ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഫെമിലിയെ ധുമിനി ടീം ഷക്കീനയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന കുടുംബങ്ങൾ കർത്താവിനായി, കുടുംബങ്ങളുടെ വിശുദ്ധീകരണത്തിനും കുടുംബങ്ങൾ നവീകരിക്കപ്പെടുവാനും നമ്മുടെ കുടുംബങ്ങൾ കർത്താവിൻ്റെ പ്രേക്ഷിത കുടുംബങ്ങളായി മാറ്റപ്പെടുവാനുമായി സ്വർഗം തന്നിരിക്കുന്ന ഈ ശുശ്രൂഷയോർത്ത് നമുക്ക് നന്ദിയുള്ളവരാകാം. 13-ാം ദിനത്തിലെ ശുശ്രൂഷയിലേക്കാണ് ആത്മാവ് നമ്മളെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിനങ്ങളിലെ ശുശ്രൂഷകളിൽ കരം പിടിച്ച് നയിച്ച കർത്താവിൻ്റെ സ്നേഹത്തെ ഓർത്ത്, അവിടുത്തെ മാറ്റമില്ലാത്ത വിശ്വസ്തതയോർത്ത്, നമ്മോടുള്ള കർത്താവിൻ്റെ മനസ്സലിവിനെ ഓർത്ത്, നമ്മുടെ കുടുംബങ്ങളോടുള്ള കർത്താവിൻ്റെ കരുതലിനെയും കാവലിനെയും ഓർത്ത് നമുക്ക് അവിടുത്തോട് നന്ദി പറയാം. വളരെ പ്രാർത്ഥനയോടെ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. 127-ാം സങ്കീർത്തനം 1-ാം തിരുവചനം നമുക്കെല്ലാവർക്കും സുപരിചിതമായ വചനമാണ്. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. എത്രയോ പ്രാവശ്യം നമ്മൾ വായിച്ച് ധ്യാനിച്ചിട്ടുള്ള തിരുവചനമാണിത്. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ പണിയേണ്ടത് നമ്മളല്ല. നമ്മുടെ സമ്പത്തോ, നമ്മുടെ സ്വാധീനമോ, നമ്മുടെ സൗന്ദര്യമോ, നമ്മുടെ പ്രൊഫഷനോ, നമ്മുടെ ബന്ധങ്ങളോ ഒന്നുമല്ല നമ്മുടെ കുടുംബത്തെ പണിയേണ്ടത്. കുടുംബത്തെ സ്ഥാപിച്ച ദൈവമായ കർത്താവാണ് നമ്മുടെ കുടുംബങ്ങളെ പണിയേണ്ടതും നവീകരിക്കേണ്ടതും. കർത്താവ് നമ്മുടെ ഭവനങ്ങളെ പണിയുന്നില്ലെങ്കിൽ നമ്മുടെ എല്ലാ അധ്വാനങ്ങളും വ്യർത്ഥമാണെന്ന് പരിശുദ്ധ വചനം മുന്നറിയിപ്പ് തരികയാണ്. ഹൃദയം തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ കുടുംബങ്ങളെ പണിയുവാൻ ഞങ്ങളെ ഭവനങ്ങളിലേക്ക് വരണമേ. കാനായിലെ കല്യാണ വീട്ടിലെ ആ കുറവ് നിറവാക്കിയതുപോലെ കർത്താവിൻ്റെ ജീവനുള്ള സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളെ നിറവുള്ളതാക്കി മാറ്റും. സ്നേഹത്തിൻ്റെ, പങ്കുവെക്കലിൻ്റെ, പ്രാർത്ഥനയുടെ, സുവിശേഷവൽക്കരണത്തിൻ്റെ, ആത്മശക്തിയുടെ ഭവനങ്ങളായി നമ്മുടെ ഭവനങ്ങളെ മാറ്റുവാൻ നമ്മുടെ കർത്താവായ യേശുവിന് മാത്രമേ സാധിക്കൂ. ഹൃദയം തുറന്ന് നമുക്ക് നിലവിളിക്കാം. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വരണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ പണിയണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ നവീകരിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അഭിഷേകം ചെയ്യണമേ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഇതനേകം കുടുംബങ്ങളിലേക്ക് കർത്താവിന്റെ ശക്തി ഇറങ്ങുന്ന സമയം, കർത്താവിന്റെ സാന്നിധ്യം തീ പോലെ പടരുന്ന സമയം. പാപശക്തികള്, തിന്മയുടെ ശക്തികള്, ഇരുട്ടിന്റെ വ്യാപാരങ്ങള് കർത്താവിന്റെ സാന്നിധ്യ ശക്തിയാൽ ഛിന്ന ഭിന്നമാകുന്ന സമയം. യേശുവേ, ജീവിക്കുന്ന ദൈവമേ, കുടുംബങ്ങളെ സ്ഥാപിച്ചവനെ, കുടുംബങ്ങളെ പരിപാലിക്കുന്നവനെ, കുടുംബങ്ങളെ സംരക്ഷിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വരണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വരണമേ. ഈശോ, ഈശോ, ഈശോ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഹൃദയനുറുക്കത്തോടെ വിളിച്ചു പ്രാർത്ഥിക്കുക. വിശ്വാസത്തോടെ വിളിക്കുക. കർത്താവിന്റെ നാമം വിളിക്കുക. നമ്മുടെ കുടുംബങ്ങളിലേക്ക് ദൈവശക്തി ഇറങ്ങട്ടെ. ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ. ദൈവാത്മാവിന്റെ വ്യാപനം ഉണ്ടാകട്ടെ. റിലീസ്. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോ, ഈശോ, ഈശോ. ആമേൻ, ആമേൻ, ആമേൻ. അനേകം കുടുംബങ്ങളെ കർത്താവ് ഈ സമയം സന്ദർശിക്കുകയാണ്. തന്റെ സാന്നിധ്യം പകർന്ന് ഒരുപാട് കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുന്നു, ശുദ്ധീകരിക്കുന്നു, നവീകരിക്കുന്നു, സുഖപ്പെടുത്തുന്നു. നന്ദി, നന്ദി, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10-ാം അധ്യായം 44-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ
കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. എന്റെ സഹോദരങ്ങളെ, കൊർന്നേലിയൂസിന്റെ ഭവനത്തിൽ കർത്താവിന്റെ വചനം കേൾക്കുവാൻ 100 കണക്കിന് വ്യക്തികൾ കടന്നു വന്നിരിക്കുകയാണ്. കൊർന്നേലിയൂസിന്റെ ബന്ധുമിത്രങ്ങളും പരിചയക്കാരും സുഹൃത്തുക്കളും എല്ലാവരും ആ ഭവനത്തിൽ സമ്മേളിച്ചിരിക്കുക. പത്രോസ്ലീഹയിൽ നിന്ന് പുറപ്പെടുന്ന കർത്താവിന്റെ കൃപാവചസ്സ് കേൾക്കാനായിട്ട്. ഈ സുവിശേഷ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാവരുടെ മേൽ ആത്മാവ് ഇറങ്ങി വരികയാണ്. എല്ലാവരും ആത്മശക്തിയിലായി, ആത്മാവിന്റെ അനുഭവം അവർക്കുണ്ടായി. അന്യഭാഷകളിൽ കർത്താവിനെ സ്തുതിച്ചു. സഹോദരങ്ങളെ, 10,000-ങ്ങളാണ് വിവിധ കുടുംബങ്ങളിലായിരുന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. നമ്മൾ ഏത് ഭവനത്തിലോ ഏത് ദേശത്തെ രാജ്യത്തായിക്കൊള്ളട്ടെ, നമ്മളെ ആയിരിക്കുന്ന ഇടങ്ങളിൽ വിശ്വാസത്തോടെ വചനം ശ്രവിക്കുമ്പോൾ, വിശ്വാസത്തോടെ കർത്താവിനെ നാമം വിളിക്കുമ്പോൾ ആ ഇടങ്ങളിലേക്ക് ആത്മാവിറങ്ങി വരികയാണ്. പരിശുദ്ധാത്മ ശക്തി ഇടിമിന്നൽ പോലെ പ്രവഹിക്കുകയാണ്. നമ്മുടെ പ്രതിസന്ധികളിലേക്ക്, നമ്മുടെ കുടുംബങ്ങൾ നേരിടുന്ന തകർച്ചകളിലേക്ക്, ദുരിതങ്ങളിലേക്ക്, സങ്കടങ്ങളിലേക്ക്, നമ്മുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങളിലേക്ക് ഇത് ആത്മാവിന്റെ തീയിറങ്ങുന്നു. ആത്മാവിന്റെ ശക്തി വ്യാപരിക്കുന്നു. ഇരു കരങ്ങൾ ഉയർത്തി 3 പ്രാവശ്യം സംഘ തുറന്ന് ഒരുമിച്ച് നമ്മുടെ കുടുംബങ്ങൾ ശുദ്ധീകരിക്കപ്പെടുവാൻ, നമ്മുടെ കുടുംബങ്ങൾ അഭിഷേചിതമാകുവാൻ, നമ്മുടെ കുടുംബങ്ങൾ സുഖപ്പെടുവാൻ, നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഒന്നിച്ച് വിളിക്കുന്നു. യേശുവേ, ജീവിക്കുന്ന ദൈവമേ, ജീവനുള്ള കർത്താവേ, ഓ പരിശുദ്ധാത്മാവേ, ആരാധന ആരാധന ആരാധന. ആമേൻ ആമേൻ ആമേൻ. ഞങ്ങളുടെ കുടുംബങ്ങളെ പണിയണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ പണിയണമേ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വരണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ ശുദ്ധീകരിക്കണമേ. ഈശോയേ, ഞങ്ങളുടെ ഏകരാജാവേ, ഏകകർത്താവേ, ഞങ്ങൾ ഒന്നിച്ചങ്ങേ ആരാധിക്കുന്നു. ആമേൻ ആമേൻ ആമേൻ. പറ്റുന്നവരെ കരങ്ങൾ പരസ്പരം കോർത്തു പിടിച്ച് കർത്താവിന്റെ സ്നേഹത്തിൽ ഐക്യപ്പെട്ട് ഒരു കുടുംബമായി അപ്പനും അമ്മയും മക്കൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ പാടി കർത്താവിന് മഹത്വം കൊടുക്കുകയാണ്. ആമേൻ ആമേൻ. പുതിയൊരു ജീവിതമിനി ഞങ്ങൾ പണിയും ദൈവകൃപയാലേ. പുതിയൊരു ജീവിതമിനി ഞങ്ങൾ ഈശോ പണിയും ദൈവകൃപയാലേ. കർത്താവെന്നും വാഴുന്ന ഭവനമൊരു കീടും ഞങ്ങൾ സ്വർഗമൊരു കീടും. ഈശോ കർത്താവെന്നും വാഴുന്ന ഭവനമൊരു കീടും. ഈ തീരുമാനമുണ്ട്. ഈ തീരുമാനം കർത്താവിനെ അറിയിച്ചു. പുതിയൊരു ജീവിതമിനി ഞങ്ങൾ പണിയും ദൈവകൃപയാലേ. കാണിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നവീകരിക്കണമേ ദൈവകൃപയാലേ. കർത്താവെന്നും വാഴുന്ന ഭവനമൊരു കീടും ഞങ്ങൾ സ്വർഗമൊരു കീടും. കുടുംബങ്ങളെ നവീകരിക്കണ കർത്താവേ, ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ സ്വർഗമൊരു കീടും. പ്രാർത്ഥന ഇനിമേൽ മുടക്കില്ല, വചന ധ്യാനം നിർത്തില്ല. തീരുമാനത്തോടെ പാടി. ഇനിമേൽ മുടക്കില്ല, വചന ധ്യാനം നിർത്തില്ല. ഒരുമിച്ചെന്നും പ്രാർത്ഥിക്കും, ഇനി മാറ്റമില്ല. കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, അനോയിന്റ് ചെയ്യണമേ. ഈ നിയോഗത്തിനായി ഒന്നിച്ചു പാടുന്നു. പുതിയൊരു ജീവിതമിനി ഞങ്ങൾ പണിയും ദൈവകൃപയാലേ. പുതിയൊരു ജീവിതമിനി ആമേൻ ആമേൻ ദൈവകൃപയാലേ. കർത്താവെന്നും വാഴുന്ന ഭവനമൊരു കീടും ഞങ്ങൾ സ്വർഗമൊരു കീടും.
കൃപൊഴുകട്ടെ, കുടുംബങ്ങളിലേക്ക് കൃപൊഴുകട്ടെ, കുടുംബ ബന്ധങ്ങളിലേക്ക്, മക്കളിലേക്ക്, തലമുറകളിലേക്ക്, സഹോദരി സഹോദരങ്ങളിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തി ചങ്ക് തുറന്ന് ഒന്നിച്ചു വിളിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ സന്ദർശിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് വരണമേ. ഈശോയെ കരമേറ്റി വിളിക്കുന്നു. ഈശോയെ ജീവിക്കുന്ന ദൈവമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കുടുംബങ്ങൾ കർത്താവിനായി ഉണരട്ടെ, കുടുംബങ്ങൾ കർത്താവിനായി അഭിഷേചിതമാകട്ടെ, കുടുംബങ്ങൾ കർത്താവിനായി നവീകരിക്കപ്പെടട്ടെ, വിശുദ്ധീകരിക്കപ്പെടട്ടെ. അന്ധകാര പീഡകള് കുടുംബങ്ങളെ തകർക്കുന്ന, കുടുംബങ്ങളെ കലഹിപ്പിക്കുന്ന, കുടുംബ ബന്ധങ്ങൾ ശുദ്ധീകരിക്കുന്ന പൈശാചിക പീഡകളെ, സാത്താൻ അരൂപികളെ, ഇരുട്ടിന്റെ ശക്തികളെ കുടുംബത്തെ സ്ഥാപിച്ച ദൈവമായ കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ ശാസിക്കുന്നു, നിർവീര്യമാക്കുന്നു, ചിതറിക്കുന്നു. കുടുംബങ്ങൾ കർത്താവിൻ്റെതാണ്, കുടുംബങ്ങൾ കർത്താവിൻ്റെതാണ്, കർത്താവിൻ്റെത് മാത്രമാണ്. ജീസസ്, 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 ജീസസ്. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കൃപ, കൃപ, കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ. തിരുകുടുംബത്തിന് നാഥയായ പരിശുദ്ധമ്മ മാതാവേ, ഞങ്ങളെല്ലാ കുടുംബങ്ങളെയും അമ്മയുടെ വിമല ഹൃദയത്തിനെ സമർപ്പിക്കുന്നു. തിരുകുടുംബത്തിന് കാവൽക്കാരനെ വിശ്വസേ പിതാവേ, ഞങ്ങളെല്ലാ കുടുംബങ്ങളെയും പിതാവിന്റെ നിർമ്മല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. സകല വിശുദ്ധരെ മാലാഖമാരെ കുടുംബങ്ങൾ കർത്താവിനായി ഉണരുവാൻ പ്രാർത്ഥിക്കണമേ. ആമേൻ. എല്ലാവരും ശാന്തമായിട്ടിരിക്കും. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങൾ കർത്താവിനായി. മറ്റേത് കാലഘട്ടത്തെക്കാളുപരി ഈ ഒരു കാലഘട്ടം കുടുംബങ്ങളുടെ ഒരു സമയമാണ്. കർത്താവ് കുടുംബങ്ങളെ ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. കുടുംബ പ്രേക്ഷിതത്വവും, കുടുംബ നവീകരണവും, കുടുംബങ്ങളുടെ വിശുദ്ധീകരണവും മറ്റേത് നാളുകളേക്കാളുപരി ഈ ഒരു സമയത്ത് വളരെ വളരെ അതിന് പ്രാധാന്യമുണ്ട്. നമ്മുടെ കർത്താവ് കുടുംബങ്ങളെ ഫോക്കസ് ചെയ്തിരിക്കുന്ന പോലെ തന്നെ പിശാചും ഇന്ന് കുടുംബങ്ങളെ ലക്ഷ്യമിട്ടിരിക്കുകയാണ്. സാത്താന്റെ കണ്ണും മനസ്സും നമ്മുടെ കുടുംബങ്ങളിൽ മേലാണ്. നമ്മുടെ കുടുംബങ്ങളെ തകർക്കുക, കുടുംബ ബന്ധങ്ങളെ മലിനപ്പെടുത്തുക, കുടുംബങ്ങളെ ശിഥിലീകരിക്കുക, ദാമ്പത്യ ബന്ധങ്ങളെ താറുമാറാക്കുക, സഹോദരി സഹോദര ബന്ധങ്ങൾ, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധങ്ങളെല്ലാം നശിപ്പിച്ച് കളയുക. ഇതിനു വേണ്ടി പിശാച് ഇന്ന് ഘോരമായി പ്രവർത്തിക്കുന്ന, യുദ്ധം ചെയ്യുന്ന ഒരു സമയത്തിലാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ മറ്റേത് നാളുകളേക്കാൾ ഉപരി ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബങ്ങൾ കർത്താവിനായി ഉണരേണ്ട സമയമാണിത്. നമ്മുടെ കുടുംബങ്ങൾ കർത്താവിനും സഭയ്ക്കുമായി നിലകൊള്ളേണ്ട കൃപയുടെ ഒരു മണിക്കൂറിലാണ് നമ്മളായിരിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിൻ്റെ മനസ്സിൽ കുടുംബങ്ങൾക്ക് ശ്രേഷ്ഠമായ ഒരു സ്ഥാനമുണ്ട്. നമുക്കറിയാം, ദൈവമായ കർത്താവ് സ്ഥാപിച്ച ആദ്യത്തെ സ്ഥാപനം എന്ന് പറയുന്നത് കുടുംബമാണ്. ഗോഡ് ഈസ് ദ ഫാമിലി മേക്കർ. ദൈവമാണ് കുടുംബത്തെ സ്ഥാപിച്ചത്, മനുഷ്യനല്ല. അതുകൊണ്ട് തന്നെയാണ് നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞിട്ടും കുടുംബങ്ങളിൽ പല പ്രതിസന്ധികളും വേദനകളും തകർച്ചകളും ദുരിതങ്ങളും സങ്കടങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഇന്നും കുടുംബങ്ങൾ നിലനിൽക്കുന്നതിന് കാരണം മനുഷ്യരല്ല കുടുംബത്തെ രൂപപ്പെടുത്തിയത്. മനുഷ്യന്റെ ബുദ്ധിയിലോ ഭാവനയിലോ ഉദിച്ചൊരാശയമല്ല ഫാമിലി എന്നുള്ളത്. അത് കർത്താവിൻ്റെ മനസ്സാണ്. കർത്താവിൻ്റെ ഹൃദയത്തിലാണ് ആദ്യമായി കുടുംബം രൂപം കൊണ്ടത്. ആ കുടുംബത്തെ സ്ഥാപിച്ചതും വളർത്തിയതും പരിപാലിക്കുന്നതും ദൈവമായ കർത്താവാണ്. കർത്താവിൻ്റെ പരിശുദ്ധ സഭയിലും കുടുംബങ്ങൾക്ക് ശ്രേഷ്ഠമായ സ്ഥാനമുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധനം പഠിപ്പിക്കുന്നത് ക്രൈസ്തവ കുടുംബങ്ങൾ ഗാർഹിക സഭയാണ്. ഗാർഹിക സഭയാണ് ക്രൈസ്തവ കുടുംബങ്ങൾ. എൻ്റെ സഹോദരങ്ങളെ, ആ ഗാർഹിക സഭയുടെ പുരോഹിതനാണ് ഓരോ കുടുംബത്തിൻ്റെയും കുടുംബനാഥന്മാർ. അത്രയും
ശ്രേഷ്ഠമായ സ്ഥാനമാണ് കർത്താവിൻ്റെയും സഭയുടെയും ഹൃദയത്തിൽ നമ്മുടെ കുടുംബങ്ങൾക്കുള്ളത്. നമ്മളിന്ന് ദൈവവചനത്തിൽ നിന്ന് ആത്മാവ് നമുക്ക് തരുന്ന ആലോചന എന്ന് പറയുന്നത്, നമ്മുടെ കുടുംബങ്ങൾ ഈ കാലഘട്ടത്തെ വിവേചിച്ചുകൊണ്ട് എങ്ങനെ കുടുംബ പ്രേഷിതത്വനായി കുടുംബങ്ങളിലൂടെയുള്ള ഇവാഞ്ചലൈസേഷൻ എപ്രകാരം ഈ നാളുകളിൽ സാധ്യമാകണം, അതിൻ്റെ അർജൻസി നമ്മൾ വചനത്തിൽ നിന്ന് ചിന്തിക്കുകയാണ്. സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, ഒത്തിരി നിയോഗങ്ങൾ, ആവശ്യങ്ങളൊക്കെ നമുക്കുണ്ട്. കുടുംബ പ്രശ്നങ്ങൾ, അസ്വസ്ഥതകൾ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള വിഷയങ്ങൾ, ഇതെല്ലാം നിങ്ങൾക്ക് ആ വാട്സപ്പ് നമ്പറിൽ ടെക്സ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് അതിൽ വിളിക്കാം. അതുപോലെ യൂട്യൂബിലെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നിയോഗങ്ങൾ, ആവശ്യങ്ങളും നമ്മുടെ കുടുംബങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളൊക്കെ നിങ്ങൾക്ക് അത് കോമണായി അത് കമൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. 24 മണിക്കൂറും ടീം ഷെക്കേനയുടെ മധ്യസ്ഥ പ്രാർത്ഥന ടീം പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ നമ്മുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ മഹത്വം ഇറങ്ങും. നമ്മുടെ പ്രതിസന്ധികൾക്ക് ഒരു തീർപ്പ് കർത്താവ് കൽപ്പിച്ചു തരും. സഹോദരങ്ങളെ, ഉപേക്ഷ കാണിക്കാതെ സാധിക്കുന്നവർ നിങ്ങൾക്ക് നിങ്ങളുടെ നിയോഗങ്ങൾ, ആവശ്യങ്ങൾ ഈ നമ്പറിൽ അയക്കാവുന്നതാണ്. ജോഷുവ പ്രവാചകന്റെ പുസ്തകം 24-ാം അധ്യായം 15-ാം വചനത്തിൽ പ്രവാചകനായ ജോഷുവ മനോഹരമായ ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. നമ്മൾ ഒത്തിരി പ്രാവശ്യം വായിച്ചിട്ടുള്ള, ധ്യാനിച്ചിട്ടുള്ള വചനമാണ്. എന്താണ് ജോഷുവ പ്രവാചകൻ പ്രഖ്യാപിക്കുന്ന ആ പ്രഖ്യാപനം? കർത്താവിനെ സേവിക്കുന്നതിന് മനസ്സില്ലെങ്കിൽ നദിക്കക്കരെ നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ വസിക്കുന്ന നാട്ടിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെയാണ് സേവിക്കുക എന്ന് ഇന്നു തന്നെ തീരുമാനിക്കുവിൻ. ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. എൻ്റെ സഹോദരങ്ങളെ, അഭിമാനത്തോടെ, അതിലേറെ ആനന്ദത്തോടെ പ്രവാചകനായ ജോഷുവ പ്രഖ്യാപിക്കുകയാണ്, തൻ്റെ മുൻപിൽ നിൽക്കുന്ന ജനക്കൂട്ടത്തെ നോക്കിക്കൊണ്ട്, നിങ്ങൾ ആരെയാണ് സേവിക്കുന്നത്, നിങ്ങൾ ആരെയാണ് ശുശ്രൂഷിക്കുന്നത്, നിങ്ങൾ ആരെയാണ് പിൻപറ്റുന്നത്, നിങ്ങൾ തീരുമാനിക്കുക. എന്നാൽ ഞാനും എൻ്റെ കുടുംബവും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. അതെന്താണ് തീരുമാനം? ഞങ്ങൾ കർത്താവിനെ മാത്രമാണ് സേവിക്കുന്നത്. ഹല്ലേലൂയ. ഞങ്ങൾ കുടുംബങ്ങൾ കർത്താവിനെ ശുശ്രൂഷ ചെയ്യാനുള്ളതാണ്. ഞങ്ങൾ കുടുംബങ്ങൾ കർത്താവിനെ മാത്രമാണ് സേവിക്കുന്നത്. കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന, അവിടുത്തെ ആരാധിക്കുന്ന, അവിടുത്തെ പിൻപറ്റുന്ന ഒരു കുടുംബമാണ് എൻ്റെ കുടുംബമെന്ന് ലക്ഷങ്ങളെ സാക്ഷി നിർത്തി പ്രവാചകനായ ജോഷുവ പ്രഖ്യാപിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ഓരോ ക്രൈസ്തവ കുടുംബത്തിലും ഈ ഒരു പ്രഖ്യാപനം ബോധപൂർവം വിശ്വാസത്തോടെ ഞാനും നിങ്ങളും നടത്തേണ്ട ഒരു സമയത്തിലാണ് നമ്മളായിരിക്കുന്നത്. പ്രവാചകനായ ജോഷുവയോടൊപ്പം നമുക്ക് എത്ര പേർക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും? ഒരുപാട് കുടുംബനാഥന്മാർ ഇതിൽ പങ്കെടുക്കുന്നു, നാഥകൾ പങ്കെടുക്കുന്നു. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ആത്മാർത്ഥമായി ചോദിക്കട്ടെ, നമുക്ക് എത്ര പേർക്ക് അഭിമാനത്തോടെ ബോധപൂർവം ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ മാത്രം സേവിക്കും, എൻ്റെ കുടുംബം കർത്താവിനെ ശുശ്രൂഷിക്കാനുള്ളതാണ്, എൻ്റെ കുടുംബം ഇവാഞ്ചലൈസേഷനായി വിളിക്കപ്പെട്ടതാണ്, എൻ്റെ കുടുംബം സഭയെ മഹത്വപ്പെടുത്തുവാനുള്ളതാണ്, എൻ്റെ കുടുംബം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടതാണെന്ന് പതിനായിരങ്ങളുടെ മുൻപിൽ, നമ്മുടെ ബന്ധുമിത്രങ്ങളിൽ, നമ്മുടെ സുഹൃത്ത് വലയങ്ങളിൽ, നമ്മുടെ ഇടവക സമൂഹത്തിൽ, നമ്മളായിരിക്കുന്ന മണ്ഡലങ്ങളിൽ എത്ര പേർക്ക് ഉറപ്പിച്ച് ബോധപൂർവം പ്രഖ്യാപിക്കാൻ പറ്റും? എന്ത് ആനന്ദത്തോടെയാണ് ഈ പ്രഖ്യാപനം ജോഷുവ പ്രവാചകൻ തൻ്റെ കുടുംബത്തോടൊപ്പം നടത്തുന്നത്. ഈ ഒരു പൊതു പ്രഖ്യാപനം നടത്തുന്നതിനേക്കാൾ മുൻപ് എത്രയോ പ്രാവശ്യം തൻ്റെ കുടുംബത്തിൽ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടാവും, പങ്കുവെച്ചിട്ടുണ്ടായിരിക്കും. തൻ്റെ ഭാര്യയെയും മക്കളെയെല്ലാം ഈ ആഴമേറിയ ബോധ്യത്തിലേക്ക്, വെളിപാടിലേക്ക്, ഈ സുവിശേഷ ദർശനത്തിലേക്ക്, കർത്താവിനോടുള്ള സ്നേഹത്തിലേക്ക്, അവിടുത്തുള്ള വിട്ടുപിരിയാത്തൊരു ആത്മബന്ധത്തിലേക്ക് തൻ്റെ കുടുംബം മുഴുവനെയും പ്രവാചകനായ ജോഷുവ കൊണ്ടുവരികയാണ്. സഹോദരങ്ങളെ, എത്രയോ ദിനങ്ങൾ അദ്ദേഹം അതിനുവേണ്ടി അധ്വാനിച്ചു, പ്രാർത്ഥിച്ചു. ഇതിനു ശേഷമാണ് ഇത്രയും വലിയൊരു ജനസമൂഹത്തിന്റെ മധ്യേ നിന്ന് ഈ പരസ്യ പ്രഖ്യാപനം പ്രവാചകനായ ജോഷുവ നടത്തുന്നത്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങൾ കർത്താവിനെ സാക്ഷ്യം വഹിക്കാനുള്ളതാണെന്ന് പൊതുസമൂഹത്തിന്റെ മധ്യേ പ്രഖ്യാപിക്കുവാനുള്ള സമയമായി എന്ന് നമ്മുടെ കുടുംബങ്ങളെ
പരിശുദ്ധാത്മാവ് അറിയിക്കുകയാണ് ഈ ശുശ്രൂഷയിലൂടെ. ഫാമിലിയെ ഡൊമിനി എന്ന് പറയുന്ന ഈ ശുശ്രൂഷ എന്തിനു വേണ്ടി സഹോദരങ്ങളെ? കുടുംബങ്ങൾ കർത്താവിനായി ഉണരുവാനാണ്. കുടുംബങ്ങൾ കർത്താവിനായി വിശുദ്ധീകരിക്കപ്പെടുവാനാണ്. നമ്മുടെ കുടുംബങ്ങൾ കർത്താവിനായി നവീകരിക്കപ്പെടുവാനാണ് ഈ ശുശ്രൂഷ സ്വർഗം നമുക്കായി ഒരുക്കി തന്നിരിക്കുന്നത്. കർത്താവ് വസിക്കുന്ന, കർത്താവിനായി ഉണർത്തപ്പെട്ടൊരു കുടുംബം എത്രയോ എത്രയോ ബ്ലെസ്സഡ് ആണ്, എത്രയോ ബ്ലെസ്സഡ് ആണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16:34 എന്നെ ഒരുപാട് സ്വാധീനിച്ച വചനമാണ്. അവിടെ പറയാണ്, അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ആ കാരാഗ്രഹ പ്രമാണി, ആ ജയിൽ വാർഡൻ പൗലോസ്ലീക്കും ശ്ലീലാസനും എന്തു കൊടുത്തു? ഭക്ഷണം വിളമ്പി. ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട് അവനും കുടുംബാംഗങ്ങളും അത്യന്തം ആനന്ദിച്ചു. സഹോദരങ്ങളെ, മരണവീടായി മാറേണ്ട കുടുംബം, ആ പാതിരാ സമയത്ത് കൂട്ട നിലവിളി ഉയരേണ്ട വീട്ടിലെ ആനന്ദത്തിന് അലയടികൾ അടിക്കുകയാണ്. അപ്പനും അമ്മയും മക്കൾ ഒരുമിച്ച് കർത്താവിൽ ആനന്ദിക്കുകയാണ്, എൻജോയ് ചെയ്യുക. എന്തുകൊണ്ടാ? അവർ ദൈവത്തിൽ വിശ്വസിച്ചു. ആ കുടുംബത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ടായി. ആ കുടുംബത്തിൽ കർത്താവിൻ്റെ കൃപ ഒഴുകപ്പെട്ടു. ആ കുടുംബത്തിൽ കർത്താവിൻ്റെ വചനത്തിന് ശ്രേഷ്ഠമായ ഒരു മഹത്വം ഉണ്ടായിരുന്നു. അവർ ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവനും അവൻ്റെ മക്കളും ഭാര്യയും കുടുംബം മുഴുവൻ അത്യന്തം കർത്താവിൽ ആനന്ദിച്ചു. ഹല്ലേലൂയ. നമ്മുടെ കുടുംബങ്ങൾ ആനന്ദം ക്രിക്കറ്റ് കളിയോ, പന്ത് കളിയോ, കോമഡി ഷോയോ, റിയാലിറ്റി ഷോയോ, അല്ലെങ്കിൽ സിനിമയോ, സീരിയലുകളോ, സഹോദരങ്ങളെ, സിനിമാറ്റിക് ഡാൻസോ, പോപ്പ് മ്യൂസിക്കോ, റോക്ക് മ്യൂസിക്കോ, ഈ ലോകത്തിൻ്റെ വെറിക്കൂത്തുകളല്ല. ഒരു ക്രൈസ്തവ കുടുംബത്തിന് യഥാർത്ഥ ആനന്ദം എന്ന് പറയുന്നത് ദൈവമായ കർത്താവാണ്. കർത്താവിന്റെ ജീവനുള്ള വചനമാണ്. അവിടുത്തെ ജീവിക്കുന്ന സാന്നിധ്യമാണ്. ഈ സാന്നിധ്യമാണ് നമ്മുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കുന്നത്, നവീകരിക്കുന്നത്, സുഖപ്പെടുത്തുന്നത്, അനുഗ്രഹിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, ഈ സത്യം മറന്ന് നമ്മൾ ജീവിക്കരുത്. കുടുംബങ്ങൾ കർത്താവിനായി, കുടുംബങ്ങൾ കർത്താവിനായി ഉണരണം. യെസ്, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന 10,000-കണക്കിന് എൻ്റെ സഹോദരങ്ങൾ, ഞാൻ ആത്മാർത്ഥമായി പറയട്ടെ, നമ്മുടെ കുടുംബങ്ങൾ കർത്താവിനായി ഉണരേണ്ട സമയമായി. യെസ്, ഇതിൻ്റെ അർജൻസി നമ്മൾ മനസ്സിലാക്കണം, അർജൻസി തിരിച്ചറിയണം. ഞാൻ പ്രധാനമായൊരു 3 കുടുംബങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോവാണ്. ആദ്യം സഭയിൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബം, സഭയെ സ്നേഹിച്ച, സഭയെ ശക്തിപ്പെടുത്തിയ, സഭയ്ക്ക് വേണ്ടി തങ്ങൾക്കുള്ളതിനെ എല്ലാം ചെലവാക്കിക്കളഞ്ഞ വളരെ ബ്ലെസ്സഡായ 3 ഫാമിലികൾ. നമ്മുടെ കുടുംബങ്ങൾക്ക് അത് വലിയൊരു പ്രചോദനമാണ്. അതിലൊന്നാമത്തെ ഫാമിലിയാണ് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ കാണുന്ന ലിദിയായുടെ കുടുംബം. ലിദിയായുടെ കുടുംബം. എൻ്റെ സഹോദരങ്ങളെ, എന്തായിരുന്നു ആ കുടുംബത്തിൻ്റെ പ്രത്യേകത? അവിടെ അമ്മയ്ക്ക് വലിയ സ്വാധീനമുണ്ടായി. നമുക്കറിയാം, നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ അമ്മമാർക്ക് വലിയ സ്വാധീനമുണ്ട്, ഇല്ലേ? നമ്മളെല്ലാവരും മക്കളാണ്. നമുക്ക് അമ്മമാരുടെ പ്രത്യേക സ്നേഹമുണ്ട്. കാരണം കുറേ കൂടി നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മുടെ വേദനകൾ തിരിച്ചറിയുന്ന, നമ്മൾ കുറേ കൂടിയൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ഹൃദയമാണ് മാതൃഹൃദയം എന്ന് പറഞ്ഞു. അപ്പന്മാരുടെ ഹൃദയം അത്ര മോശമായിട്ട് പറയല്ല, ഞാനൊരു അപ്പനാണ്. പക്ഷേ അപ്പൻ ഹൃദയത്തെക്കാളും കുറേ കൂടി ഒരു വാത്സല്യ സ്നേഹവും കുറേയൊക്കെ ഈ അമ്മ ഹൃദയത്തിനുണ്ട്. അമ്മ ഹൃദയം ഇന്ന് കുറേയൊക്കെ അമ്മമാർ ദുഷിച്ചു പോയി തുടങ്ങി. എങ്കിൽ പോലും കൃപയുള്ള, വിശുദ്ധിയുള്ള, സ്നേഹമുള്ള ഒരുപാട് അമ്മമാരെ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. ഞാൻ അവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ അമ്മമാർ എത്ര ബ്ലെസ്സഡാണ് നമ്മുടെ കുടുംബങ്ങൾക്ക്. ഇവിടെ ലിദിയ അവളൊരു അമ്മയായിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, എന്തായിരുന്നു ലിദിയയുടെ പ്രത്യേകത? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം 14-ഉം 15-ഉം വചനങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ആ വചനങ്ങൾ സ്നേഹത്തോടെ നിങ്ങൾ ഒരുമിച്ചൊന്ന് വായിച്ച്. ഞങ്ങളുടെ വാക്കുകൾ കേട്ടവരുടെ കൂട്ടത്തിൽ തീത്തര പട്ടണത്തിൽ നിന്ന് വന്ന പട്ടുവിൽപ്പനക്കാരിയും ദൈവഭക്തിയുമായ ലിദിയ എന്ന സ്ത്രീ ഉണ്ടായിരുന്നു. പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ കർത്താവ് അവളുടെ ഹൃദയം ശ്രദ്ധിക്കണം, അവളുടെ ഹൃദയം തുറന്നു. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചേ, പട്ടുവിൽപ്പനക്കാരിയായ ലിദിയ, അവൾ വലിയൊരു പ്രൊഫഷണൽ വിമൺ,
ഒരു പ്രൊഫഷണൽ ലേഡിയായിരുന്നു. ഒരു 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 വഴിപോക്കിയല്ല അവൾ. ഉന്നത സമൂഹത്തിൽ ഉന്നത സ്ഥാനമുള്ള നല്ല സ്റ്റാറ്റസ് ഉള്ള ഒരു പ്രൊഫഷണൽ ലേഡിയായിരുന്നു ഈ ലിഡിയ. പട്ടുവിൽപ്പനക്കാരി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കരുത് നമ്മളിങ്ങനെ വഴിയോരങ്ങളിൽ ഇങ്ങനെ ചില വസ്ത്രങ്ങൾ വിൽക്കാൻ വയ്ക്കുന്ന ആൾക്കാരെ പോലെ. അതല്ല, ഓരോ ജോലിക്ക് അതിൻ്റെ മാന്യതയുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ഇതാണ്. അതൊരു ഒരു തരത്തിലുള്ള അതിന് പറയുന്നത് ഈ പർപ്പിൾ ഫാബ്രിക്സ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക നല്ല നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു വസ്ത്രമാണ് പറയുക. നല്ല നൂലുകൊണ്ട്, പട്ടുനൂല് കൊണ്ട് ഉണ്ടാക്കുന്ന പർപ്പിൾ ഫാബ്രിക്സ്. റോമൻ വേൾഡിൽ അതിന് വളരെ വലിയ സ്വാധീനം, നല്ല വിലയുണ്ടായിരുന്നു. അപ്പോൾ വളരെ സാമ്പത്തിക ഭദ്രതയുള്ള, സാമ്പത്തിക സെറ്റപ്പുള്ള, സമൂഹത്തിൽ നല്ല നല്ല സ്വാധീനമുള്ള ഒരു പ്രൊഫഷണൽ ലേഡിയായിരുന്നു ലിദിയ. നിങ്ങൾ ചിന്തിക്കണം, അവൾക്ക് നല്ല സമൂഹത്തിൽ സ്വാധീനമുണ്ട്, അവളുടെ കുടുംബത്തിൽ സ്വാധീനമുണ്ട്, അവൾ നല്ല നല്ല ബുദ്ധിമതിയാണ്, വിവേകമുള്ളവളാണ്, ഒപ്പം സാമ്പത്തികമായി ഉന്നതിയുള്ളവളാണ്. സമൂഹം അവളെ ശ്രദ്ധിച്ചിരുന്നു. എൻ്റെ സഹോദരങ്ങൾ, ഇങ്ങനെയുള്ള ഒരു സ്ത്രീയായിരുന്നു ലിദിയ. അവൾ കർത്താവിൻ്റെ വചനം കേൾക്കുകയാണ്. സുവിശേഷത്തിനായി അവളുടെ ഹൃദയം അവൾ തുറക്കുകയാണ്. തിരുവചനം പറയുന്നുണ്ട്, പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കുവാൻ ലിദിയയുടെ ഹൃദയത്തെ കർത്താവ് തുറന്നു. ഇവിടെ ഒരു സത്യമുണ്ട് എൻ്റെ സഹോദരങ്ങളെ. ഒരു വ്യക്തിയെ യഥാർത്ഥ രക്ഷയിലേക്ക് നയിക്കുന്ന വചനപ്രഘോഷകരോ അഭിഷിക്തന്മാരോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ശുശ്രൂഷകനോ പ്രവാചകനോ ഒന്നുമല്ല. അത് ദൈവമായ കർത്താവ് തന്നെയാണ്. അവിടെ ഒരു ഇൻസ്ട്രുമെൻറ്റുകൾ മാത്രം. ഇവിടെ കർത്താവ് ഹൃദയം തുറന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ലിദിയയ്ക്ക് രക്ഷ കിട്ടുമായിരുന്നില്ല. ലിദിയ കർത്താവിനെ കണ്ടുമുട്ടുമായിരുന്നില്ല. ലിദിയയ്ക്ക് ഇറ്റേണൽ സാൽവേഷൻ്റെ അനുഭവമോ ആനന്ദമോ അനുഭവിക്കാൻ പറ്റുമായിരുന്നില്ല. പൗലോസ് അവിടെ ഉണ്ടായിരുന്നു. പൗലോസിലൂടെ സുവിശേഷ സത്യങ്ങൾ ലിദിയ കേട്ടു. കേട്ട മാത്രയിൽ കർത്താവ് അവളുടെ ഹൃദയം തുറക്കുക. എന്നാ ഒരു ദൈവ പ്രവൃത്തിയ സഹോദരങ്ങളെ. നമ്മൾ പാടുന്നില്ലേ, നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആനന്ദിക്കും. ചേർന്ന് പാടിക്കേ, നിൻ വചനം ആമേൻ ആമേൻ ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആനന്ദിക്കും. കർത്താവിൻ്റെ വചനത്തിൻ്റെ മാധുര്യം, ദൈവവചനത്തിൻ്റെ അനന്തമായ ശക്തി, വചനത്തിൻ്റെ ഇൻഫ്ലുവൻസ്, സ്വാധീന ശക്തി എത്ര വലുതാണെന്നറിയാം സഹോദരങ്ങളെ. ആറ്റം ബോംബിനേക്കാളും അണും ബോംബിനേക്കാളും പവറാണ് കർത്താവിൻ്റെ വചനത്തിന്. ആ വചനം അവളെ തൊട്ടു. ആ വചനത്തിലൊരു സ്പാർക്ക് ആത്മാവിൽ ലിദിയയ്ക്ക് കൊടുക്കുകയാണ്. അവളെ ഹൃദയം തുറക്കപ്പെട്ടു. അവൾ യേശുവിനെ സ്വീകരിച്ചു. ഏകരക്ഷകനായി, തൻ്റെ ഏക കർത്താവായി അവൾ യേശുവിനെ സ്വന്തമാക്കി, യേശുവിനെ ഏറ്റുപറഞ്ഞു. അപ്പോൾ ലിദിയ രക്ഷയുടെ അനുഭവത്തിലോട്ട് വന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു, അവൾ എന്താ ചെയ്തത്? ലിദിയ അവൾ ഈ രക്ഷയുടെ അനുഭവം അവളിൽ ഒതുക്കി നിർത്തിയില്ല. അതാണ് അവൾ കർത്താവിനോടുണ്ടായിരുന്ന കമ്മിറ്റ്മെൻറ്റ്. എൻ്റെ അമ്മ, ഈ വചനം കേൾക്കുന്ന എൻ്റെ അമ്മമാരെ, എൻ്റെ സഹോദരിമാരെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് സഹോദരിമാർക്ക് മാത്രമല്ല, സഹോദരന്മാരായി നമുക്കൊക്കെ ഈ ഉത്തരവാദിത്തമുണ്ട്. അവൾ കണ്ടുമുട്ടിയ യേശുവിനെ, അവൾ അനുഭവിച്ച ഈ രക്ഷയുടെ അനുഭവം അവൾ എന്ത് ചെയ്തു? തൻ്റെ കുടുംബത്തിലുള്ളവർക്ക് പകർന്നു കൊടുത്തു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കണം. അവർക്ക് അതിനോട് ഒരു വിമുഖത കാണിച്ചാൽ പോലും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. സ്നേഹത്തോടെ വചനം പറയണം. അങ്ങനെ ഏത് സമയത്തെ കർത്താവരെ തൊടാൻ നമുക്ക് പറയാൻ പറ്റില്ല. അവരുടെ ഹൃദയം തുറക്കാതെ പറയാൻ പറ്റത്തില്ല. ദൈവത്തിന് പ്രവർത്തിക്കാൻ നമ്മൾ എപ്പോഴും അവസരം കൊടുക്കണം. വിശ്വസിച്ചിട്ട് ഹല്ലേലൂയ പറഞ്ഞേ, ഓരോ ശക്തിയോടെ ഹല്ലേലൂയ. ഇവിടെ ലിദിയ തൻ്റെ കുടുംബത്തിലുള്ളവരുടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞു. തനിക്ക് ലഭിച്ച രക്ഷയുടെ അനുഭവം പങ്കുവെച്ചു. തൻ്റെ വിശ്വാസം അവൾ പകർന്നു കൊടുത്തു. അതിൻ്റെ റിസൾട്ട് എന്താ? അതാണ് ഇവാഞ്ചലൈസേഷൻ. ഒരു കുടുംബത്തിൽ ഒരു അപ്പനും അമ്മയ്ക്കും ഉത്തരവാദിത്തമുണ്ട്.
കുടുംബ പ്രേക്ഷിതത്വം നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷയിൽ, വചനത്തിൽ, വിശുദ്ധിയിൽ, പ്രാർത്ഥനയിൽ, സത്യവിശ്വാസത്തിൽ വളർത്തുക. അവരെ കർത്താവിൻ്റെയും സഭയുടെയും മിഷണറിമാരായി ആ മിഷണറി ചൈതന്യത്തിൽ മക്കളെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് ഒരു അപ്പൻ്റെയും അമ്മയുടെയും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. സഹോദരങ്ങളെ, കെമിസ്ട്രി മാത്രം പഠിപ്പിച്ചാൽ പോരാ, ബയോളജി മാത്രം പഠിപ്പിച്ചാൽ പോരാ, ഈ ലോകത്തിൻ്റെ പരിജ്ഞാനം മാത്രം നമ്മുടെ മക്കൾക്ക് കൊടുത്താൽ പോരാ. നമ്മുടെ വാലുപോലെ കുറേ ഡിഗ്രികൾ നമ്മുടെ മക്കൾക്ക് കൊടുത്തിട്ട്, ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, നമ്മുടെ മക്കളുടെ നിത്യത നരകത്തിലാണെങ്കിൽ എന്ത് പ്രയോജനം ആ ഡിഗ്രികൾ കൊണ്ട്, ആ പ്രൊഫഷൻ കൊണ്ട്, ആ വിദ്യാഭ്യാസം കൊണ്ട്? സഹോദരങ്ങളെ, ലോകത്തിൻ്റെ പരിജ്ഞാനം കൊടുക്കുന്നതിനേക്കാൾ ഉപരിയായി അത് വേണം നമുക്ക്. അതിനേക്കാൾ ഉപരി കർത്താവിനെ കൊടുക്കണം, കർത്താവിൻ്റെ വചനം കൊടുക്കണം, സത്യവിശ്വാസം പകർന്നു കൊടുക്കണം, ജീവിത വിശുദ്ധിയുടെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കണം. ഈ കാലഘട്ടത്തിൽ കർത്താവിനെ സാക്ഷ്യം നൽകേണ്ടതിന് അർജൻസി നമ്മുടെ തലമുറകളെ, നമ്മുടെ മക്കളെ നമ്മൾ അറിയിച്ചുകൊണ്ടേയിരിക്കണം. ഇതൊരു അപ്പൻ്റെ അമ്മയുടെ ഉത്തരവാദിത്വം. ഇതാണ് ലിദിയ ചെയ്തത്. നമ്മുടെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ ബന്ധപ്പെട്ട് കിടക്കുന്ന ബന്ധുമിത്രങ്ങളെ, കുടുംബങ്ങളെ, നമ്മുടെ സമൂഹത്തെ അവിടെയെല്ലാം ഇറങ്ങിച്ചെന്ന് കർത്താവിന് കൊടുക്കുക. ഇവൾ നല്ല ഇൻഫ്ലുവൻഷ്യൽ ലേഡിയാണ്. അവൾ ജനസമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. അവളുടെ ബിസിനസ് മണ്ഡലങ്ങളിലേക്ക്, അവളുമായി ബന്ധപ്പെടുന്നവരിലേക്ക്, അവളുമായി സ്വാധീനമുള്ളവരിലേക്കെല്ലാം അവൾ കർത്താവിനെ കൊടുത്തു. ആയിരങ്ങളെ ലിദിയ എന്ന് പറയുന്ന ഈ സ്ത്രീ കർത്താവിനായി നേടുകയാണ്. ആദ്യം അവൾ കുടുംബത്തെ നേടി. അതിന് തെളിവെന്താ? 15-ാമത്തെ വചനം വായിച്ച അപ്പോസ്തല പ്രവൃത്തി 16:15. കുടുംബസമേതം ജ്ഞാനസ്നാനം സ്വീകരിച്ച അവൾ ഞങ്ങളോട് പറഞ്ഞു, കർത്താവിൽ വിശ്വസിക്കുന്നവളായി എന്നെ നിങ്ങൾ ഗണിക്കുന്നെങ്കിൽ ഇന്ന് എൻ്റെ ഭവനത്തിൽ വന്ന് താമസിക്കാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കുടുംബസമേതം മാമോദീസ സ്വീകരിച്ച് അവൾ കർത്താവിന്റെ സഭയോട് ചേർക്കപ്പെട്ടു. ഹല്ലേലൂയ. ശ്രദ്ധിക്കുന്നു. എത്ര ഇൻഫ്ലുവൻസ് ആയിരുന്നു അവൾക്ക് മക്കളുടെ അടുത്ത്, ഭർത്താവിനടുത്ത്, തൻ്റെ സഹോദരന്മാരുടെ അടുത്ത്, ആ വീട്ടിൽ വേലയ്ക്ക് നിൽക്കുന്ന ആ പണിക്കാർ, ജോലിക്കാരുടെ ഇടയിലൊക്കെ ലിദിയ എന്ന് പറയുന്ന ഈ സ്ത്രീക്ക് എന്തൊരു ഇൻഫ്ലുവൻസ് ആയിരുന്നു. അവളുടെ വാക്കുകൾക്ക്, അവളുടെ ജീവിതത്തിന്, അവളുടെ പ്രവർത്തനങ്ങൾക്ക്, അതിലൂടെ എല്ലാം കർത്താവ് ഇടപെടുകയാണ്. ഹോളി സ്പിരിറ്റ് അതിലൂടെ എല്ലാം പ്രവർത്തിക്കുകയാണ്. സഹോദരങ്ങളെ, ആ കുടുംബം മുഴുവൻ കർത്താവിൻ്റെ കുടുംബമായി മാറ്റപ്പെട്ടു. ആ കുടുംബം കർത്താവിനെ കണ്ടുമുട്ടി. ആമേൻ. പ്രാർത്ഥന ഇനിമേൽ മുടക്കില്ല, വചനധ്യാനം നിർത്തില്ല. തീരുമാനമെടുക്കാൻ പറ്റൂ. പ്രാർത്ഥന ഇനിമേൽ മുടക്കില്ല. ആമേൻ. വചനധ്യാനം നിർത്തില്ല. ഒരുമിച്ചെന്നും പ്രാർത്ഥിക്കും, ഇനി മാറ്റമില്ല. ഈശോയേ, ഒരുമിച്ചെന്നും പ്രാർത്ഥിക്കും, ആനന്ദം, അതിന്റെ പവർ, അതിന്റെ അഭിഷേകം തിരിച്ചറിയണം. ആമേൻ. ആ കുടുംബം മുഴുവൻ സേവിയപ്പെട്ടു, കർത്താവിന്റെ രക്ഷയിലേക്ക് വന്നു. ഇന്ന് എൻ്റെ അമ്മമാരെ, സഹോദരിമാരെ, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ന് നമ്മൾ ചിന്തിക്കണം, നമ്മളിങ്ങനെ എന്താ പറയുക, ഞാനിതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇന്ന് പലരും കർത്താവിൻ്റെ വചനത്തെ പരിത്യജിച്ചുകൊണ്ട്, കർത്താവിനെ മാറ്റി നിർത്തിക്കൊണ്ട്, ഈ ലോകത്തിന് സുഖങ്ങൾക്ക് വേണ്ടി, ഈ ലോകത്തിൻ്റെ മുന്നിൽ വലിയ 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 ആളുകളാണെന്ന് ലോകത്ത് കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി, എൻ്റെ ക്രൈസ്തവ കുടുംബത്തിലെ ക്രൈസ്തവ സഹോദരിമാർ പോലും, സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കണം. അസോസിയേറ്റ് ലേഡീസ്, അതൊക്കെ വേണം നമുക്ക്. പക്ഷേ കർത്താവിനെ മാറ്റി നിർത്തിയോ, കർത്താവിൻ്റെ വചനത്തെ അവഗണിച്ചുകൊണ്ടാകരുത്. അത് നമ്മുടെ കുടുംബങ്ങളെ നശിപ്പിക്കും, നമ്മുടെ കുഞ്ഞുങ്ങളെ തകർത്ത് കളയും, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആത്മരക്ഷയെ അത് തടസ്സപ്പെടുത്തും. സഹോദരങ്ങളെ, നമുക്ക് സമൂഹത്തിൽ സ്വാധീനം, നിലയും വിലയൊക്കെ വേണം. പക്ഷെ അതൊരിക്കലും കർത്താവിനെയും കർത്താവിൻ്റെ വചനത്തെയും അവഗണിച്ചാകരുത്. ഇതാണ് ലിദിയ ചെയ്തത്. മാത്രമല്ല, അവളുടെ കുടുംബത്തിൽ അനേകരെ വിളിച്ചു കൂട്ടാൻ തുടങ്ങി. അവിടെ ശക്തമായ സുവിശേഷ വേല ആരംഭിച്ചു. ആ കുടുംബം കർത്താവിനായി തുറക്കപ്പെട്ടു, ഇവാഞ്ചലൈസേഷനായി തുറക്കപ്പെട്ട കുടുംബമായി. അവളുടെ സമ്പത്ത്, അവളുടെ സ്വാധീനം, ഇതെല്ലാം സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു. ആദിമ സഭയിലെ അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾക്ക്
കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കാൻ, ദൈവരാജ്യ വേലകൾക്ക് വേണ്ടി ലിദിയ തൻ്റെ സമ്പത്ത്, തൻ്റെ ബിസിനസ്സിൽ കിട്ടുന്ന തൻ്റെ ആ വരുമാന മാർഗങ്ങൾ മുഴുവൻ, ആദായം മുഴുവൻ അവൾ സുവിശേഷ വേലയ്ക്കായി പ്രയോജനപ്പെടുത്തി. അനേക ആത്മാക്കൾ യേശുവിനെ കണ്ടുമുട്ടി. ഈ കാലഘട്ടത്തിലും എൻ്റെ അമ്മച്ചിമാരെ, സഹോദരിമാരെ, ദൈവം നിങ്ങൾക്ക് വലിയ ദൗത്യം നൽകിയിട്ടുണ്ട്. വലിയ ദൗത്യമാണ് തന്നിരിക്കുന്നത്. നിങ്ങളുടെ കഴിവുകൾ, സാധ്യതകൾ, നിങ്ങൾക്ക് കിട്ടുന്ന ചെറുത് വലുതാവട്ടെ, ആ സമ്പാദ്യം നമ്മൾ ആർക്ക് വേണ്ടി കൂട്ടി വയ്ക്കണേ? ഒരു മുട്ട് സൂചി നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ. ഉള്ളത് കർത്താവിന് വേലയ്ക്ക് കൊടുക്കണം. ദൈവരാജ്യ വേലകൾക്ക് ഇതൊക്കെയാണ് സ്വർഗത്തിൽ നിക്ഷേപമായി നമുക്കുള്ളത്. സ്വർഗത്തിൽ നിക്ഷേപമായുള്ളതൊക്കെയാണ് സഹോദരങ്ങളെ. കഴിയുന്നത് പോലെ സുവിശേഷ വേലകൾ സപ്പോർട്ട് ചെയ്യണം, ദൈവരാജ്യ വേലകൾ സപ്പോർട്ട് ചെയ്യണം. പണമില്ലാത്തത് കൊണ്ട് കർത്താവിൻ്റെ ശുശ്രൂഷകൾ തളർന്നു പോകരുത്, ആത്മാക്കൾ നശിച്ചു പോകരുത്. ഇവാഞ്ചലൈസേഷൻ, സുവിശേഷ വൽക്കരണം അത് മന്ദീഭവിക്കരുത്. അതിന് പണം വേണം, കഴിവുള്ളവർ വേണം, കൃപയുള്ളവർ വേണം, മനസ്സുള്ളവർ വേണം, സമർപ്പണമുള്ളവർ വേണം. മുന്നോട്ട് വരണം. അതിനുള്ള സമയമാണിത്. അപ്പോസ്തല പ്രവർത്തനം 16:40 അവിടെ എന്താ പറയുന്നത്? ആ വചനം നിങ്ങൾ ശ്രദ്ധിച്ച്. അവർ കാരാഗൃഹത്തിൽ നിന്ന് പുറത്തു വന്ന് കണ്ടു ലിദിയാട് വീട്ടിലേക്ക് പോയി. അവിടെ എന്താ ഉണ്ടായത്? ലിദിയാട് വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ അനേകർ സമ്മേളിച്ചിരിക്കുക. സഹോദരരെ കണ്ടു അവിടെ ജനക്കൂട്ടം വന്നിട്ടുണ്ട്. അവർക്ക് വചനം കൊടുത്തു, അവർക്ക് യേശുവിനെ കൊടുത്തു, അവരെ പോകേണ്ട വഴി പറഞ്ഞു കൊടുത്തു. ഈ ഉപദേശങ്ങളൊക്കെ നൽകിയതിന് ശേഷം പൗലോസും സീലാസും അവിടെ നിന്ന് യാത്ര തിരിച്ചു. ഹല്ലേലൂയ പറഞ്ഞേ. കർത്താവേ, സുവിശേഷത്തിന്റെ പുരോഗതിക്ക് വേണ്ടി, ഇവാഞ്ചലൈസേഷന് വേണ്ടി ഞങ്ങളുടെ കുടുംബങ്ങൾ കർത്താവിനെ ഉണരട്ടെ. അഭിഷേകം ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് പകരണമേ, കുടുംബങ്ങൾക്ക് റിലീസ് ചെയ്യണമേ. എല്ലാ ലൗകികതയിൽ നിന്നും ഭൗതികതയിൽ നിന്നും ഞങ്ങളുടെ കുടുംബങ്ങളെ ശുദ്ധീകരിക്കണമേ. സ്തുതിക്കുന്നു കർത്താവേ. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കുടുംബത്തിലെ നിയോഗങ്ങൾ, ആവശ്യങ്ങൾ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ സെൻഡ് ചെയ്യുക. അതുപോലെ യൂട്യൂബിലെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നിയോഗങ്ങൾ, ആവശ്യങ്ങൾ, കുടുംബത്തിൻ്റെ പ്രതിസന്ധിയിൽ എന്തുമാവട്ടെ അത് പ്രാർത്ഥന വിഷയമായി നിങ്ങളത് കമൻറ്റ് ചെയ്യുക. നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന ടീം 24 മണിക്കൂറും ഷക്കീനയുടെ ന്യൂസ് മീഡിയയിൽ ദിവ്യകാരുണ്യ ആരാധന, ഈശോയെ രാജാതി രാജാവായി എഴുന്നള്ളിച്ച് വെച്ച് നമ്മൾ ഒരുമിച്ച് ആരാധിക്കുകയാണ്. ദൈവം പ്രവർത്തിക്കും. കർത്താവ് ഇടപെടും സഹോദരങ്ങളെ. നമ്മുടെ കുടുംബങ്ങളെ കർത്താവ് വിശുദ്ധീകരിക്കും, പുതുക്കി പണിയും. സത്യവിശ്വാസത്തിൽ നമ്മുടെ കുടുംബങ്ങളെ ഈശോ ശുദ്ധീകരിക്കും. എത്ര പേര് വിശ്വസിക്കുന്നു? എങ്കിൽ ആമേൻ പറഞ്ഞേ. ആമേൻ. ഓരോ സന്തോഷത്തോടെ പറഞ്ഞേ. രണ്ടാമത്തൊരു ഫാമിലിയാണ്, അത് കൊർന്നലിയൂസിന്റെ കുടുംബമാണ്. കൊർന്നലിയൂസ് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരാളുണ്ട്. കൊർന്നലിയൂസിന്റെ കുടുംബമാണ്. ഇവിടെ ലിദിയ ഒരു സ്ത്രീയിലൂടെ ഇത്രയും പ്രവർത്തിച്ചെങ്കിൽ കൊർന്നലിയൂസ് അദ്ദേഹം വലിയ ഗവൺമെൻറ് ഒഫീഷ്യലാണ്. നിങ്ങൾ ചിന്തിക്കും, വലിയൊരു ഒഫീഷ്യലാണ് അദ്ദേഹം. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പലരുണ്ട്. ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർ, അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകളുള്ളവർ, അതുപോലെ തന്നെ ചില കമ്മീഷണറുകൾ, ഇപ്പോൾ ഇൻകം ടാക്സ് ആകാം, സെയിൽ ടാക്സ് ആകാം, കസ്റ്റംസ് ഇങ്ങനെ പല കമ്മീഷണറായിട്ടുള്ളവർ, അല്ലെങ്കിൽ അങ്ങനെയുള്ള വകുപ്പുകളിൽ ജോലി ചെയ്യുന്നവർ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർ, അധ്യാപകർ, അതുപോലെ തന്നെ മറ്റു ഗവൺമെൻറ് ജീവനക്കാർ, ഗവൺമെൻറ് ഒഫീഷ്യൽസ്, അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിലുള്ളവർ, റിട്ടയർഡ് ആയിട്ടുള്ള പട്ടാളക്കാർ, കേണൽസ്, ഇങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട്. നല്ല വലിയ ഒഫീഷ്യൽസ്, മെഡിക്കൽ ഡോക്ടേഴ്സ്, നല്ല പ്രൊഫസേഴ്സ്, സയൻറ്റിസ്റ്റുകൾ. എൻ്റെ സഹോദരങ്ങളെ, ഈ കൊർന്നലിയൂസ് വലിയൊരു ഒഫീഷ്യലായിരുന്നു. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10-ാം അധ്യായം 1-2 വചനങ്ങൾ ശ്രദ്ധിച്ച് വായിച്ച്. കേസറിയായിൽ കൊർന്നലിയൂസ് എന്നൊരുവൻ ഉണ്ടായിരുന്നു. അവൻ ഇത്താലിക്കേ എന്ന് വിളിക്കപ്പെടുന്ന സൈന്യ വിഭാഗത്തിലെ ഒരു ശതാധിപനായിരുന്നു. ശ്രദ്ധിക്കണം നിങ്ങൾ, ആ ഒരു വലിയ സൈന്യത്തിൻ്റെ മേധാവി, ക്യാപ്റ്റനായിരുന്നു, സൈന്യാധിപനായിരുന്നു. ശതാധിപൻ എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ വലിയൊരു ഹൈ പോസ്റ്റാണ്. അപ്പോൾ നല്ലൊരു ഒഫീഷ്യലാണ് അദ്ദേഹം. നിങ്ങൾ ചിന്തിച്ച്. അപ്പോൾ എത്ര വലിയ ഒഫീഷ്യൽ ആണെങ്കിലും അതൊന്നും സുവിശേഷ വേലയ്ക്ക്, ഇവാഞ്ചലൈസേഷന് തടസ്സമല്ല എന്ന് കൊർന്നലിയൂസിലൂടെ ആത്മാവ് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ചിലർ പറയും, എൻ്റെ ആ സോഷ്യൽ സ്റ്റാറ്റസ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട്,
എനിക്ക് എന്തെങ്കിലുമൊക്കെ കർത്താവിന് വേണ്ടി ചെയ്യണം, കർത്താവിൻ്റെ വചനം കൊടുക്കണം, അനേകർ ഈശോയുടെ രക്ഷയിലേക്ക് നയിക്കണം. പല റിട്ടയർഡായിട്ട് കഴിയുന്നവരുണ്ട്. ഇനി അവർ ചിലർ പറഞ്ഞ് ഞാൻ കേട്ട് പല അങ്കിൾമാരും ആൻറ്റിമാരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, എൻ്റെ പൊന്നു മോനെ ഇനിയെങ്കിലും ഉള്ള ജീവിതം കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്. അങ്ങ് ചെയ്യണം നമ്മൾ. അതിനുള്ള അവസരങ്ങൾ നമ്മുടെ മുൻപിൽ 100 അവസരങ്ങളുണ്ടല്ലോ. ഇല്ലെങ്കിൽ അതിനുള്ള സാധ്യതകൾ ദൈവം നമുക്ക് തരും. എൻ്റെ സഹോദരങ്ങളെ ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഒരു സ്റ്റാറ്റസും നമ്മുടെ പ്രൊഫഷൻ ആവട്ടെ, ജോലിയാകട്ടെ, നമ്മുടെ കുടുംബമാകട്ടെ, ഒന്നും കർത്താവിൻ്റെ മിനിസ്ട്രി ചെയ്യാൻ, കർത്താവിൻ്റെ മിഷൻ ചെയ്യാൻ നമുക്കാർക്കും തടസ്സമല്ല. നമുക്ക് അതിനു വേണ്ടി ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകണം, ഒരു സമർപ്പണം ഉണ്ടാകുന്നത് മാത്രം. നമ്മൾ ഏത് പ്രൊഫഷൻ, ഏത് ജോലി ചെയ്യുന്നവരാണെങ്കിലും, ആര് തന്നെയാണെങ്കിലും, മനസ്സുണ്ടോ നിനക്ക് സുവിശേഷ വേല ചെയ്യാം, കർത്താവിനെ കൊടുക്കാം, വചനം കൊടുക്കാം, ആത്മാക്കളെ നേടാം. അതിന് തെളിവാണ് കൊർന്നേലിയൂസ്. അവന് വലിയൊരു ശതാധിപനായിരുന്നു. എന്നാൽ എന്താ അവൻ്റെ പ്രത്യേകത? അവന് കുടുംബവും ദൈവഭയവും ഭക്തിയുള്ളവരായിരുന്നു. അവൻ ജനങ്ങൾക്ക് ഉദാരമായി ദാനധർമ്മം ചെയ്തു. ഒപ്പം ദൈവത്തോട് നിരന്തരം അവൻ പ്രാർത്ഥിച്ചു. അവൻ പ്രാർത്ഥിച്ചു. സഹോദരങ്ങളെ, ഇവിടെ നിങ്ങൾ ഈ സമയത്ത് എന്തുണ്ടായി കേട്ടോ? 10-ാം അധ്യായം 5-ാമത്തെ വചനം. പെട്ടെന്നൊരു ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, കൊർന്നേലിയൂസേ, നിന്റെ പ്രാർത്ഥനയും നിന്റെ സുവിശേഷ വേലയും നിന്റെ ദാനധർമ്മമൊക്കെ കർത്താവിന് മുമ്പിൽ സ്വീകാര്യമായിരിക്കുന്നു. നീ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോനെ വരുത്തണം. അങ്ങനെ ദൈവദൂതൻ്റെ കൽപ്പന അനുസരിച്ച് ആളയക്കുകയാണ്. യോപ്പയിലേക്ക് ആളയക്കും. ഈ സമയത്ത് നിങ്ങൾ ചിന്തിക്കണം, അവിടെ യോപ്പയിലെ പത്രോസ്ലീഹ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് ദർശനം കൊടുത്തു. ഇതാ 2 പേര് നിന്നെ വിളിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു കേട്ടോ. ആ കർത്താവിൻ്റെ നെറ്റ്വർക്ക് കണ്ടു. എത്ര മനോഹരമായിട്ടാണ് ദൈവം അറേഞ്ച് ചെയ്ത് ദൈവം പ്രവർത്തിക്കുന്നത്. ഇവിടെ ദൂതനെ വിടുന്നു. അതേ സമയത്ത് പത്രോസിയുടെ അടുത്തേക്ക് ഇതാ അവന് ദർശനം കൊടുക്കുകയാണ്. ആത്മാവ് സംസാരിക്കുകയാണ്. 2 പേര് നിന്നെ കാണാൻ വന്നിട്ട് നീ സംശയിക്കേണ്ട, അവർ കൊള്ളക്കാരല്ല, അവരെ നശിപ്പിക്കാനുള്ളവരല്ല, നീ അവരുടെ കൂടെ പോവുക, എനിക്കൊരു വലിയൊരു പ്രവൃത്തി നിന്നിലൂടെ ചെയ്യാനുണ്ട്. സഹോദരങ്ങളെ, ഈ ആളുകളുടെ കൂടെ പത്രോസ്ലീഹ പോയി. 10-ാം അധ്യായം 24-ാം വചനത്തിൽ എന്താ പറയുന്നത്? പിറ്റേ ദിവസം അവർ കേസറിയായിലെത്തി. കൊർന്നേലിയൂസിന്റെ അടുത്തെത്തി, വീട്ടിലെത്തി. കൊർന്നേലിയൂസ് ഒന്ന് വായിച്ചെല്ലാവരും ഒരുമിച്ച് ഉച്ചത്തിൽ വായിച്ച്, സന്തോഷത്തോടെ വായിച്ച്. കൊർന്നേലിയൂസ് തന്റെ ബന്ധുക്കളെയും അടുത്ത സുഹൃത്തുക്കളെയും വിളിച്ചുകൂട്ടി അവരുടെ വരവ് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പത്രോസിന്റെ വരവ് പ്രതീക്ഷിച്ച് അവരിൽ നിന്ന് സുവിശേഷം കേൾക്കാൻ, കർത്താവിന്റെ വചനം കേൾക്കാൻ, സത്യവചനം കേൾക്കാൻ. സഹോദരങ്ങളെ, കൊർന്നേലിയൂസിന്റെ ഭവനത്തിൽ 100 കണക്കിന് സഹോദരങ്ങള് സമ്മേളിച്ച് ദൈവവചനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കാഴ്ചയാണ് പത്രോസ്ലീഹ കണ്ടത്. വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഈ ഇത്രയും വലിയ ഗവൺമെന്റ് ഒഫീഷ്യലായ കൊർന്നേലിയൂസിന് യാതൊരു ലജ്ജയുണ്ടായിരുന്നില്ല. താൻ ഇത്രയും വലിയൊരു സൈന്യാധിപനല്ലേ, ഇത്രയും ഒരു സോഷ്യൽ സ്റ്റാറ്റസ് തനിക്കില്ലേ? ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറിയാൽ എൻ്റെ ഫ്രണ്ട്സ് സർക്കിളിൽ അത് അറിഞ്ഞാൽ അതെനിക്കൊരു അപമാനമല്ലേ, എനിക്കൊരു നാണക്കേടല്ലേ? നാണക്കേടാണോ? കർത്താവിന് ധീരതയോടെ സാക്ഷ്യം വഹിക്കുന്നത് നാണക്കേടാണോ? കർത്താവിൻ്റെ വചനത്തെ ധീരതയോട് ഉയർത്തിപ്പിടിക്കുന്നത് നമുക്ക് അപമാനമാണോ? നമുക്ക് ലജ്ജയാണോ? സഹോദരങ്ങളെ, നമ്മോട് തന്നെ ചോദിക്കണം. നിത്യതയിൽ കർത്താവ് നമ്മളെ പ്രതി ലജ്ജിക്കട്ടോ? സംശയിക്കേണ്ട. ഇത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചന. എൻ്റെ വചനത്തെ പ്രതി, എന്നെ പ്രതിയോ ആരൊക്കെ ലജ്ജിക്കുന്നവോ അവരെ പ്രതി ഞാനും ലജ്ജിക്കുമെന്ന് വളരെ കൃത്യമായി കർത്താവ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സ്റ്റാറ്റസും ഒരു പ്രൊഫഷനും ജോലിയോ നിൻ്റെ ബിസിനസ്സോ നിൻ്റെ മക്കളോ ഭാര്യയോ ഭർത്താവോ നിൻ്റെ അപ്പനോ അമ്മയോ നിൻ്റെ ബന്ധങ്ങളോ സ്വാധീനങ്ങളോ ഒന്നും സുവിശേഷ വേലയ്ക്ക് തടസ്സമാകരുത്. ഇവാഞ്ചലൈസേഷൻ തടസ്സമാകരുത്. കർത്താവിന് സഭയ്ക്കുമായി നിലകൊള്ളാൻ, പ്രവർത്തിക്കാൻ, പ്രാർത്ഥിക്കാൻ തടസ്സമാകരുത്. സഹോദരങ്ങളെ, കൊർന്നേലിയൂസിൻ്റെ ആ വലിയ വീടാണ്, വലിയ ശതാധിപനല്ലേ, ഒത്തിരി വലിയ ആ കാലഘട്ടത്തിൽ അങ്ങനെ വലിയ വീടുകളൊന്നുമില്ല. മനോഹരമായ വലിയ ഭവനം കർത്താവിനായി തുറന്നിടുകയും ആലോചിച്ച് നോക്കി. അവിടെ അവർ വന്നിരിക്കുന്നത് ആ സിനിമ ഡാൻസ് കളിക്കാനല്ല, അവരവിടെ വന്നിരിക്കുന്നത് കള്ളു കുടിക്കാനല്ല,
മതിച്ച് കള്ളും കുടിച്ച് മതിച്ച് ഇങ്ങനെ ആർമാടാനല്ല സഹോദരങ്ങളെ, ജീവിക്കുന്ന കർത്താവിൻ്റെ വചനം സ്വീകരിക്കാൻ, വചനത്തെ സ്വന്തമാക്കുവാൻ, കർത്താവിനെ കണ്ടുമുട്ടുവാൻ, കർത്താവിന്റെ രക്ഷ സ്വീകരിക്കുവാൻ അവരെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുക. അതിനുള്ള അവസരം ആര് കൊടുത്തു? കൊർന്നേലിയോസ് കൊടുത്തു. അവൻ വലിയ ഒരു സൈന്യാധിപനായിരുന്നിട്ട് പോലും എന്നാ ഒരു കമ്മിറ്റ്മെന്റ് ആണ്. ദൈവമേ, ഞാൻ ചിന്തിക്കുക, കർത്താവുമായിട്ടുള്ളൊരു ബന്ധം, ഇന്റിമസി, കർത്താവുമായിട്ടുള്ള എൻകൗണ്ടർ എത്ര സ്ട്രോങ് ആണ് കൊർന്നേലിയോസിന്റെ, അല്ലേ? ഇതുപോലെ എത്ര കൊർന്നേലിയോസുമാരൊന്നും നമ്മുടെ സഭയിലുണ്ട്. കുറച്ച് പേരൊക്കെ ഉണ്ട് കേട്ടോ, അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പോരാ, ഇനിയും ധാരാളം കൊർന്നേലിയോസിന് മേൽ പകരപ്പെട്ട അഭിഷേകം നിറവുള്ള അനേകം ഒഫീഷ്യൽസ് സഭയിൽ ഉണരണം. എന്തിനു വേണ്ടി? ഫോർ ദ ലോർഡ് ആൻഡ് ഫോർ ദ ചർച്ച്. ഇവാഞ്ചലൈസേഷൻ, ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി കുടുംബങ്ങൾ ഒന്നിച്ച് നിലകൊള്ളണം. സഹോദരങ്ങളെ, അവിടെ തിരുവചനം പറയുന്ന ആ വാക്യം പെട്ടെന്ന് വായിക്കാം. 25, 27, 25 വചനം. പത്രോസ് അകത്ത് പ്രവേശിച്ചപ്പോൾ കൊർന്നേലിയോസ് അവനെ സ്വീകരിച്ച് കാൽ കണ്ടു, അവൻ്റെ ഹോസ്പിറ്റാലിറ്റി കണ്ടു. പത്രോസ് ആര്? ഒരു മുക്കുവനാണ്, പക്ഷെ ഇപ്പോൾ സഭയുടെ മാർപ്പാപ്പയാണ്. കൊർന്നേലിയോസ് ആരാ? ഒരു സൈന്യ വിഭാഗത്തിൻ്റെ ശതാധിപൻ, വലിയ ഗവൺമെന്റ് ഒഫീഷ്യൽ, പക്ഷെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഈ ഒരു സിംപ്ലിസിറ്റി, ഈ ഒരു താഴ്മ, ഈ ഒരു എളിമ നമുക്കുണ്ട്. ആ പത്രോസിന്റെ കാൽക്ക് വീഴുക, തൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോസ്തലൻ, കർത്താവിൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ അപ്പോസ്തലന്മാരെ, കർത്താവിൻ്റെ അഭിഷിക്തന്മാരെ, പ്രവാചകരെ നിന്ദിക്കരുത്, വേദനിപ്പിക്കരുത്, അവരെ കരയിപ്പിക്കരുത്, ദുഃഖിപ്പിക്കരുത്. അതൊരിക്കലും നമുക്ക് അനുഗ്രഹമല്ല സഹോദരങ്ങളെ സമ്മാനിക്കുന്നത്. കാൽക്കൽ വീണ് സ്വീകരിക്കുക, വെൽക്കം ചെയ്യുകയാണ്. അവിടെ 27 വചനം എന്താ പറയുന്നത്? അവനോട് സംസാരിച്ചുകൊണ്ട് പത്രോസ് കൊർന്നേലിയോസിന്റെ വീടിനകത്ത് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഒന്ന് പറഞ്ഞേ, പ്രവേശിച്ചപ്പോൾ വളരെ പേർ. പോരാ, ഒരു അത്ഭുത ഉച്ചത്തിൽ പറഞ്ഞ വളരെ പേർ. അത്ഭുത സ്വരത്തിൽ പറഞ്ഞ വളരെ പേർ അവിടെ കൂടിയിരിക്കുന്നത് കണ്ടു. അവരെന്തിനാ കൂടിയിരിക്കുന്നത്? പന്ത് കളിക്കാനാണോ? പന്ത് കളി കാണാനാണോ? ക്രിക്കറ്റ് കളി കാണാനാണോ? അവർ കോമഡി ഷോയും റിയാലിറ്റി ഷോയും ഇതെല്ലാം കണ്ട് രസിക്കാനാണ്? അല്ല സഹോദരങ്ങളെ, ജീവിക്കുന്ന കർത്താവിന്റെ വചനം കേൾക്കുവാൻ, ദൈവവചനത്തെ സ്വന്തമാക്കുവാൻ നൂറുകണക്കിന് മനുഷ്യരവിടെ കൂടിയിരിക്കുക. ദൈവമേ, ഈ ഒരു ടേസ്റ്റ്, കർത്താവിന്റെ വചനത്തോടുള്ള ഈ ഒരു അഭിനിവേശം വിട്ടുപിരിയാത്തൊരു ബന്ധവും ദാഹവും എനിക്കും നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് സ്വർഗം ആഗ്രഹിക്കുക. സഹോദരങ്ങളെ, നമുക്ക് എത്ര പേർക്ക് ഈ ടേസ്റ്റ് ഉണ്ട്, ഈ ദാഹവും വിശപ്പുണ്ട്? ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ജനക്കൂട്ടത്തോട് പത്രോസ് സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് സംഭവിച്ചേ. 44 വചനം. അവരെല്ലാവരുടെ മേൽ ആര് വന്നു? പരിശുദ്ധാത്മാവ് വന്നു. അവരാത്മാവിന്റെ ശക്തി പ്രാപിച്ചു. അവരെല്ലാം വിജാതീയരാണ്, അക്രൈസ്തവരാണ്. എന്തുണ്ടായി? 47-48 വചനങ്ങൾ. അവിടെ എന്താ സംഭവിച്ചേ? നമ്മെ പോലെ തന്നെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ഇവർക്ക് ജ്ഞാനസ്നാന ജലം നിഷേധിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? കൊർന്നേലിയോസ് ഭവനത്തിൽ സമ്മേളിച്ചിരിക്കുന്ന നൂറുകണക്കിന് മനുഷ്യരുണ്ട്. അവരെ നോക്കി അവരും പലരും ഗവൺമെന്റ്, കാരണം ഇദ്ദേഹം വലിയ ശതാധിപനാണ്. അപ്പോൾ അദ്ദേഹത്തിന് സുഹൃത്ത് ബന്ധങ്ങൾ ഉള്ളവരൊക്കെ ഇതേപോലെ സോഷ്യൽ നല്ല സ്റ്റാറ്റസ് ഉള്ളവരാണ്, ഇൻഫ്ലുവൻസ് ഉള്ളവരാണ്, നല്ല ഒഫീഷ്യൽസാണ്, നല്ല ജോലിക്കാരും നല്ല പ്രൊഫഷണൽസാണ്. കുറേ പേർക്ക് അങ്ങനെയുള്ളവരെ വന്നിരിക്കുന്നത്. പത്രോസിലേക്ക് പറഞ്ഞു, എന്താ പറഞ്ഞത്? 48 വചനം എന്താ പറഞ്ഞത്? യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവർക്ക് മാമോദീസ നൽകാൻ, സ്നാനം നൽകാൻ അവൻ കൽപ്പിച്ചു. കുറെ ദിവസം ഞങ്ങളോട് കൂടെ താമസിക്കണമെന്ന് അവർ അവനോട് അഭ്യർത്ഥിച്ചു. അവരെല്ലാം മാമോദീസ സ്വീകരിച്ച് സഭയോട് ചേർക്കപ്പെട്ടു. വിശ്വസിച്ച് ആനന്ദത്തോടെ ഹല്ലേലൂയ പറഞ്ഞേ. ഇത്രയും പേര് കർത്താവിനെ കണ്ടുമുട്ടുവാൻ, അവർ മാമോദീസ സ്വീകരിച്ച് സഭയോട് ചേർക്കപ്പെടുവാൻ, അവിടെ എന്താണ് അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചത്? കൊർന്നേലിയോസ് എന്ന ആ മനുഷ്യൻ്റെ സുവിശേഷ ദർശനം, ആ കുടുംബത്തിൻ്റെ, അവൻ്റെ ഭാര്യ, നിങ്ങൾ ചിന്തിക്കണം. അദ്ദേഹം മാത്രം ചിന്തിച്ചാൽ പോരാ, അവൻ്റെ ഭാര്യ ഇതിനെ ഇടങ്കോലിട്ട് നിന്നാൽ അദ്ദേഹത്തെ എന്തിനു ചെയ്യാൻ പറ്റുമോ? തനിക്ക് നാണമില്ലടോ, ഇത്രയും വലിയൊരു ശതാധിപനായിട്ട് ഈ സുവിശേഷം എന്നും പറഞ്ഞ് ഈ ആൾക്കാരെ ഈ വീടിനകത്ത് കയറ്റിക്കൂട്ടി. പിന്നെ ഈ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കംഫർട്ട് പോവില്ലേ? നമുക്ക് കുറച്ചുകൂടി എൻജോയ് ചെയ്യേണ്ട സമയമല്ലത്. താൻ എന്തോ ഈ കാണിക്കുന്നത്? നമ്മുടെ മക്കളുടെ കാര്യം നോക്കണ്ടേ?
ഇങ്ങനെ സുവിശേഷം എന്നും പറഞ്ഞ് വീടിങ്ങനെ തുറന്നിട്ടാൽ മതിയോ എന്നൊക്കെ പറഞ്ഞ് ആൻറ്റി എങ്ങാനും ഇടങ്കോലിട്ട് മറുതലിച്ച് നിന്നാൽ കൊർന്നേലിയൂസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ കൊർന്നേലിയൂസിന്റെ വിശ്വാസം തിരിച്ചറിഞ്ഞ ഭാര്യ, തൻ്റെ ഭർത്താവിൻ്റെ ഫെയ്ത്ത് മനസ്സിലാക്കിയ ഭാര്യ, ഇനി മക്കളോ? അപ്പം നമ്മുടെ പല കുടുംബങ്ങളിലുള്ള ക്രൈസിസ് അതാണ്. അപ്പൻ അമ്മയ്ക്ക് വിശ്വാസമുണ്ട്, പക്ഷെ മക്കള് പലർക്കും വിശ്വാസമില്ല. അവർ പ്രാർത്ഥിക്കും, മുറിയിലിരിക്കുകയാണ്, പലരും ഗെയിം കളിക്കാൻ പോവാണ്, പലരും പുറത്ത് ഗ്രൗണ്ടിൽ പോയി പന്ത് കളിക്കുകയാണ്, പലരും ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോവാണ്. ഇന്ന് ഒരുപാട് പേരൻസിൻ്റെ വേദനയെ സഹോദരങ്ങളെ, ഇത് ഒരുപാട് അപ്പനും അമ്മയും വേദനയോടെ കരഞ്ഞു പറയാറുണ്ട്, പ്രാർത്ഥിക്കണേ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരുവാൻ, അവർ പരിശുദ്ധ കുദാശകൾ സ്വീകരിക്കുവാൻ, അവർ നല്ല കൃപയുള്ള മക്കളാകുവാൻ, അവർ വിശുദ്ധിയിൽ വളരാൻ ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ചങ്ക പൊട്ടി നിലവിളിക്കുന്ന എത്രയോ മാതാപിതാക്കൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. സഹോദരി സഹോദരങ്ങളെ, ഞാൻ വെറുതെ പറയുന്നതല്ല. ഈ ശുശ്രൂഷയിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന പല മാതാപിതാക്കളും ഒരു ഹൃദയ നൊമ്പരത്തോടെയാണ് ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അസ്വസ്ഥരാകേണ്ട, നിരാശപ്പെടേണ്ട. കർത്താവിന്റെ വിശ്വസ്തതയിൽ വിശ്വസിക്കുക, കർത്താവിന്റെ പ്രോമിസിൽ വിശ്വസിക്കുക. അപ്പന്റെയും അമ്മയുടെയും വിശ്വാസം ദൈവസന്നിധിയിൽ വളരെ വിലയുള്ളതാ സഹോദരങ്ങളെ. ആ വിശ്വാസത്തിന്മേൽ മക്കളിൽ പ്രവർത്തിക്കുവാൻ കർത്താവ് ഇന്നും ശക്തനും മതിയായവനുമാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? അവർ ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. സ്തുതിക്കുന്നു. കരം ഉയർത്തി സ്തുതിച്ച യേശുവേ, തലമുറകളിലേക്ക് അഭിഷേകം ഇറങ്ങട്ടെ, മക്കളിലേക്ക് ആത്മാവിന്റെ തീ ഇറങ്ങട്ടെ, സത്യവിശ്വാസത്തിന് കൃപ വ്യാപരിക്കട്ടെ. കൊർന്നേലിയൂസിനെ പോലെ അവന്റെ കുടുംബം പോലുള്ള അനേകം കുടുംബങ്ങൾ സഭയിൽ ഉണരട്ടെ, സഭയിൽ ഉണരട്ടെ, സഭയിൽ ഉണരട്ടെ. കുടുംബ പ്രേക്ഷിതത്വം, കുടുംബങ്ങൾ സുവിശേഷ വേലയ്ക്കായി മുന്നോട്ട് വരട്ടെ, കുടുംബങ്ങൾ സുവിശേഷ വേലയ്ക്കായി മുന്നോട്ട് വരട്ടെ. കുടുംബങ്ങൾ ഉണർത്തണമേ കർത്താവേ. നന്ദി കർത്താവേ. കൊർന്നേലിയൂസിന്റെ മക്കള് അപ്പന്റെയും അമ്മയുടെയും വിശ്വാസം തിരിച്ചറിഞ്ഞ മക്കള്, അപ്പൻ കണ്ടുമുട്ടിയ കർത്താവിനെ കണ്ടുമുട്ടിയ മക്കള്, ആ കുടുംബം ഒന്നിച്ച് നിന്നതുകൊണ്ടാണ് കൊർന്നേലിയൂസിനെ സന്തോഷത്തോടെ തൻ്റെ കുടുംബം ഇവാഞ്ചലൈസേഷനായി, കർത്താവിൻ്റെ വചനത്തിനായി തുറന്നു വയ്ക്കാൻ, തുറന്നിടുവാൻ സാധ്യമായത്. ഇവിടെ നമുക്കുള്ള മെസ്സേജ് എന്താ? നമ്മുടെ കുടുംബങ്ങൾ കർത്താവിനായി തുറക്കപ്പെടണം, ഓപ്പൺ ഫാമിലികളാകണം. എന്തൊരു ഇവാഞ്ചലൈസേഷൻ! നമ്മുടെ കുടുംബത്തിൻ്റെ സംസ്കാരം ഇവാഞ്ചലൈസേഷൻ്റെ കൾച്ചറായിരിക്കണം, ദൈവവചനത്തിൻ്റെ സംസ്കാരമായിരിക്കണം നമ്മുടെ കുടുംബത്തിൻ്റെ സംസ്കാരം. അപ്പനും അമ്മയും മക്കളും സഹോദരന്മാരും സഹോദരിമാരും ബന്ധുമിത്രങ്ങളൊക്കെ വളരേണ്ടത് ഈ വചനത്തിൻ്റെ കൾച്ചറിലാണ്. ഈ ലോകത്തിൻ്റെ ദുഷിച്ച കൾച്ചറിലല്ല നമ്മൾ വളരേണ്ടത്. ഈ ലോകം എന്താ നമ്മോട് പറയുന്നത്? എന്തൊക്കെയാ പറയുന്നത്? എവിടെയാ വചനത്തിന് സ്ഥാനം? എവിടെയാ സത്യവിശ്വാസത്തിന് സ്ഥാനം? എവിടെയാ നമ്മൾ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ നമ്മുടെ ഏകനാഥനും കർത്താവുമായ യേശുവിന് സ്ഥാനം? എവിടെയാ സഹോദരങ്ങളെ? അതൊക്കെ കോമഡി ഷോക്കാരും സിനിമാറ്റിക് ഡാൻസുകാരും, അതൊക്കെ വലിയ വലിയ സെലിബ്രിറ്റികളും സ്പോർട്സ് താരങ്ങളും, അതൊക്കെ സീരിയൽ താരങ്ങൾ എന്ന് വേണ്ട ഇവരൊക്കെ അതൊക്കെ കൈയടക്കി അനേകം ക്രൈസ്തവ കുടുംബങ്ങളിൽ അതൊക്കെ കഴിഞ്ഞിട്ട് കർത്താവിന് സ്ഥാനവും വചനത്തിനൊക്കെ സ്ഥാനമുള്ള പല കുടുംബങ്ങളിലും, എല്ലാ കുടുംബം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, പല കുടുംബങ്ങളും ഈ ഒരവസ്ഥയിലാണ്. കൊർന്നേലിയൂസിൻ്റെ കുടുംബം. യെസ്, ഞാൻ ആത്മാർത്ഥമായി ചോദിക്കും, നമ്മുടെ കുടുംബങ്ങളെ കർത്താവിനും കർത്താവിൻ്റെ വചനത്തിനും ഇവാഞ്ചലൈസേഷനായി, സുവിശേഷ വൽക്കരണത്തിനായി, സഭയുടെ വളർച്ചയ്ക്കായി നമ്മുടെ കുടുംബങ്ങളെ തുറന്നിടുവാൻ, നമ്മുടെ കുടുംബത്തിൻ്റെ സാധ്യതകളെ അതിനായി കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തീരുമാനവും സമർപ്പണമുള്ള എത്ര കുടുംബങ്ങൾ, എത്ര കുടുംബനാഥന്മാര്, നാളുകള് നമ്മുടെ ഇടയിലുണ്ട്. ഇത് കർത്താവ് ചോദിക്കുന്ന ചോദ്യ സഹോദരങ്ങളെ. എനിക്ക് നിങ്ങൾ ആവശ്യമുണ്ട്. യെസ്, വി ആർ ചോസൺ. നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടവർ. എന്തിനു വേണ്ടി? ഇവാഞ്ചലൈസേഷന് വേണ്ടി, സഭയുടെ നന്മയ്ക്ക് വേണ്ടി, ആത്മാക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. മൂന്നാമത്തൊരു ഫാമിലി, അത് മറിയത്തിൻ്റെ കുടുംബമാണ്, പരിശുദ്ധ അമ്മയല്ല. മാർക്കോസ് എന്ന് അപരനാമമുള്ള യോഹന്നാൻ്റെ അമ്മ. യെസ്, ആ കുടുംബത്തിലാണ് കർത്താവ്
പെസഹ ആചരിച്ചത്. പരിശുദ്ധ കുർബാന സ്ഥാപിക്കുവാൻ കർത്താവ് തെരഞ്ഞെടുത്ത ഒരു കുടുംബത്തെ ആയിരുന്നു. പെന്തക്കോസ്ത് അനുഭവത്തിന് വേണ്ടി കർത്താവ് തെരഞ്ഞെടുത്തൊരു കുടുംബത്തെയാണ്. അത് ഈ മറിയത്തിൻ്റെ കുടുംബമാണ്. മാർക്കോസിന് സുവിശേഷം 14-ാം അധ്യായം, അവിടെ 14-ഉം 15-ഉം വചനങ്ങൾ കണ്ടു. അവൻ എവിടെ ചെന്ന് കയറുന്നുവോ അവിടെ ഗൃഹനാഥനോട് പറയുക, ഗുരു ചോദിക്കുന്നു, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമൊത്ത് പെസഹ ഭക്ഷിക്കുന്നതിന് എൻ്റെ വിരുന്നുശാല എവിടെയാണ്? 15-ാം വചനം പറയാം, സജ്ജീകൃതമായൊരു വലിയ മാളിക മുറി അവർ കാണിച്ചു തരും, അവിടെ നമുക്ക് വേണ്ടി പെസഹ ഒരുക്കുക. ശ്രദ്ധിക്കണം, സജ്ജീകൃതമായ ഒരു വലിയ മാളിക മുറി. ഇത് മാർക്കോസിൻ്റെ മാളിക മുറിയാണ്. ഇത് മറിയത്തിൻ്റെ ഭവനമാണ്. അവരപ്പൻ മരിച്ചുപോയി. ആദിമ സഭയിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായിരുന്നു. അത്യാവശ്യം നല്ല സമ്പന്നമായൊരു കുടുംബം. ആ സജ്ജീകൃതമായ മാളികം, അതുകൊണ്ട് നമ്മൾ പാടുന്നത്, ആദിമ നൂറ്റാണ്ടിൽ നിന്ദാസ മാർക്കോസിൻ മാളികയിൽ. ചേർന്ന് പാടിയേ, ആദിമ നൂറ്റാണ്ടിൽ നിന്ദാസ മാർക്കോസിൻ മാളികയിൽ. നിന്നാവി പകർന്നപ്പോൾ നിന്ദാസർ മധ്യത്തിൽ. നിന്നാവി പകർന്നപ്പോൾ നിന്ദാസർ മധ്യത്തിൽ. നിൻ ശക്തിയായി അയച്ചിടുക നിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കാം. നിൻ ശക്തിയായി അയച്ചിടുക നിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കാം. അപ്പൊ ഈ സജ്ജീകൃതമായ മാളിക മുറി എന്ന് പറയുന്നത് ഈ മറിയത്തിന്റെ ഭവനമാണ്. അവിടെയാണ് കർത്താവ് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. പരിശുദ്ധ കുർബാന കർത്താവ് സ്ഥാപിച്ചത് ഒരു ഭവനത്തിലാണ്, മാർക്കോസിന്റെ ഈ മാളിക മുറിയിൽ. എൻ്റെ സഹോദരങ്ങൾ, നമ്മൾ ചിന്തിക്കണം. പെന്തക്കോസ്തയ്ക്കായി അവിടെ നമ്മൾ വചനം കാണുന്നുണ്ട്. 17-ാമത്തെ വചനം കൂടെ ഒന്ന് വായിച്ച്, 14-ന്റെ അവർ പെസഹ ഒരുക്കി ആ മാളിക മുറിയിൽ. സന്ധ്യയായപ്പോൾ അവർ 12 പേരും ഒരുമിച്ച് വന്നു കർത്താവിനോടുകൂടെ പെസഹ ആചരിക്കുകയാണ്. അവിടെ വെച്ച് കർത്താവ് തൻ്റെ അപ്പമെടുത്തത് തൻ്റെ ശരീരമാണ് ഭക്ഷിക്കാൻ കൊടുക്കുകയാണ്. മുന്തിരിച്ചാരെടുത്ത് പറഞ്ഞു, ഇതെൻ്റെ രക്തമാണെന്ന് പറഞ്ഞ് അവർക്ക് കുടിക്കാൻ കൊടുക്കുകയാണ്. സ്നേഹത്തിൻ്റെ കുദാശയായ പരിശുദ്ധ കുർബാന ഈശോ ആ കുടുംബത്തിൽ സ്ഥാപിക്കുക. യുഗാന്ത്യം വരെ തൻ്റെ ജീവിക്കുന്ന സാന്നിധ്യം നമ്മോട് കൂടെ ഇരിക്കുവാൻ വേണ്ടി. ഇനി പെന്തക്കോസ്തയ്ക്ക് വേണ്ടി കർത്താവ് തെരഞ്ഞെടുത്തതും ഈ ഒരു കുടുംബത്തെയാണ്. അപ്പോസ്തല പ്രവർത്തനം 12-ഉം 13-ഉം 1-ാം അധ്യായം 12-ഉം 13-ഉം വചനങ്ങൾ അത് കാണാൻ പറ്റും. അതുകൊണ്ട് ഒരു ദിവസത്തെ യാത്ര ദൂരമാണ് അതിനുള്ളത്. 13-ാമത്തെ വചനം വായിച്ച്, അവർ പട്ടണത്തിലെത്തി തങ്ങൾ താമസിച്ചിരുന്ന വീടിന്റെ മുകളിലത്തെ നില, അതാണ് മാർക്കോസിന്റെ മാളിക മുറി എന്നൊക്കെ പറയുന്നത്. അത് ഈ മറിയത്തിന്റെ വീടാണ്. മറിയത്തിന്റെ മകനാണ് ഈ മാർക്കോസ്. ആ മാളിക മുറിയിൽ ചെന്ന് പിന്നെ ശിഷ്യന്മാരുടെ പേര് പറയാണ്. അവർ പരിശുദ്ധ അമ്മയോടും മറ്റ് സ്ത്രീകളോടും ഒപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ഈ സമയത്താണ് എന്തുണ്ടായത്? അപ്പോസ്തല പ്രവർത്തനം 2:4 അവിടെ എന്താ പറയുന്നത്? അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. എല്ലാവരും പറഞ്ഞു, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആദ്യ പെന്തക്കോസ്ത് അനുഭവം ആദ്യമായി സ്വർഗം വിട്ടിറങ്ങി പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയാണ്. സഭ ജന്മം കൊള്ളുകയാണ്. സഭയുടെ ബർത്ത്ഡേ ആണ് പെന്തക്കോസ്ത് ദിവസം എന്ന് പറയുന്നത്. അതെല്ലാം സാധ്യമാകുന്നത് ഈ മറിയത്തിൻ്റെ ഭവനത്തിലാണ്. നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ ഇതല്ല ഈ പെസഹ ആചരിക്കുവാൻ, പെന്തക്കോസ്തയ്ക്കായി ശിഷ്യന്മാരും പരിശുദ്ധ അമ്മയൊക്കെ ഒരുമിച്ച് കൂടുവാൻ തൻ്റെ കുടുംബത്തെ തുറന്നിട്ട് കൊടുക്കുക. അത്ര എളുപ്പമൊന്നും ഇത് പ്രസംഗിക്കാൻ എളുപ്പം പ്രിയപ്പെട്ടവരെ. കാരണം നമ്മുടെ കംഫർട്ട് പോവാണ്. ഇത്രയും പേര് വരുമ്പോൾ ആ കുടുംബത്തിൽ ഉണ്ടാകേണ്ട ഒരു കംഫർട്ടുണ്ട്. ആ കംഫർട്ടൊക്കെ നമുക്ക് പോയി. പിന്നെ ഭയങ്കര ബാലിച്ച് ഉത്തരവാദിത്തങ്ങൾ. അവർക്ക് ഇടയ്ക്ക് ചായ വെക്കണം, കാപ്പി വെക്കണം, ഭക്ഷണങ്ങൾ പാചകം ചെയ്യണം, അതിന് വേണ്ട സാധനങ്ങൾ വാങ്ങണം. ഇതൊക്കെ ഒത്തിരി ചിലവുള്ള കാര്യമാണ്. മാത്രമല്ല അതിനെ കുറച്ച് അധ്വാനം വേണം. ചിലർക്ക് ചിന്തിക്കുക, എന്തിനാ ഈ പൊല്ലാപ്പിന് പോണേ, എന്തിനാ ഈ വക ഭാരിച്ച, അവനാൻ്റെ കാര്യം നോക്കിയിരുന്നാൽ പോരെ. സുവിശേഷ വേലയൊക്കെ അതൊക്കെ അതിനു വേണ്ടി ദൈവം തിരഞ്ഞെടുത്തവരങ്ങ് ചെയ്തു കൊള്ളട്ടെ. അല്ല സഹോദരങ്ങളെ, അത് എൻ്റെയും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ മാമുദീസ് എന്ന കുദാശ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇനി ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ, അത് എൻ്റെയും നിൻ്റെയും പ്രധാനവും പ്രഥമവുമായ ദൗത്യമാണെന്ന് പരിശുദ്ധ സഭ പഠിപ്പിക്കുന്നു. സഭയുടെ രാജാവും കർത്താവുമായ യേശു അത് പഠിപ്പിക്കുന്നു.
വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ട്? അത് ഏതാനും പേർക്ക് പറഞ്ഞ ഒരു കാര്യനിർവഹണമല്ല. അത് ക്രൈസ്തവരായ എൻ്റെയും നിങ്ങളുടെ ഉത്തരവാദിത്ത. അത് മെത്രാന്മാർക്കോ അത് വൈദികർക്കോ സമർപ്പിതർക്കോ അല്ല സഹോദരങ്ങളെ, ദൈവജനം മുഴുവൻ്റെയും ഉത്തരവാദിത്തമാണ് ഇവാഞ്ചലൈസേഷൻ, സുവിശേഷവൽക്കരണം എന്ന് പറയുന്നത്. അത് മറക്കരുത്. നമ്മുടെ കുടുംബത്തിന് തകർച്ചയുടെ കാരണം അതാ. നമ്മുടെ കുടുംബങ്ങൾ ശുഷ്കിച്ചു പോകുന്നു ഈ ദൗത്യം നിർവഹിക്കാത്തത് കൊണ്ടാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കണം, ആ പെന്തക്കോസ് അനുഭവം ആ കുടുംബം അത് തുറന്നു കൊടുക്കുക. 120 ശിഷ്യന്മാരുണ്ട്. അവർക്ക് വേണ്ട താമസ സൗകര്യങ്ങൾ, ഭക്ഷണ കാര്യങ്ങൾ, അവർക്ക് വേണ്ട എല്ലാം ഒരുക്കി കൊടുക്കണ്ടേ? അതിനൊക്കെ ഒരുപാട് അധ്വാനമുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി, കർത്താവിൻ്റെ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, അനേകം ആത്മാക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി, ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി, കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങളും യുവമക്കളും കർത്താവായ യേശുവിനെ കണ്ടുമുട്ടാൻ വേണ്ടി, നമ്മുടെ കുടുംബങ്ങളെ തുറന്നിടാൻ, നമ്മുടെ സമ്പത്ത്, നമ്മുടെ കഴിവുകൾ, നമ്മുടെ സാധ്യതകൾ, നമ്മുടെ ബന്ധങ്ങൾ എല്ലാം കർത്താവിനായി ഏൽപ്പിച്ചു കൊടുക്കാൻ സന്മനസ്സുള്ള, ആനന്ദമുള്ള, സമർപ്പണമുള്ള എത്ര കുടുംബങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. സഹോദരൻ, ഞാൻ അപ്രകാരമുള്ളവരോട് ദൈവത്തെ സ്തുതിക്കുകയാണ്. എത്രയോ പാവപ്പെട്ടവരാണെന്നറിയോ ഈ ഷെക്കേന, ഈ മാധ്യമ ശുശ്രൂഷയ്ക്ക് ചെറുതും വലുതും മഹത്വയ്ക്ക് സഹായിച്ച് ഒരുപാട് പ്രാരാബ്ദങ്ങളുടെ നടുവിലും കഷ്ടപ്പാട് നടുവിലും അവർക്കുള്ളത് വിധവയുടെ കൊച്ചുകാശ് പോലെ. ഒരിക്കൽ ഞാനൊരു കൺവെൻഷൻ ചെയ്തപ്പോൾ 500 രൂപ അത് ചുരുട്ടിക്കൂട്ടി അമ്മച്ചി വന്നിട്ട് പറയാം, എൻ്റെ മോനെ ഒത്തിരി നാളെ ആഗ്രഹിച്ചിരിക്കുന്നത് വേറെ ഒന്നും തന്നെ ഇല്ല മകനെ. എനിക്ക് ഈ അമ്മച്ചിയെ കണ്ടപ്പോൾ അത് വാങ്ങാൻ ഒരുപാട് മടി തോന്നി. പക്ഷെ അമ്മയ്ക്ക് വിഷമമാവും. അമ്മ പറഞ്ഞു, അരുത്, ഈ 500 രൂപ മോനെ 50 ലക്ഷത്തെക്കാളും വില വരുന്നത്, അത് സ്വീകരിക്കാൻ പറഞ്ഞു. ഇതോടെ ഈശോ അനുഗ്രഹിക്കുന്നു പറഞ്ഞു. ഇങ്ങനെയുള്ള എത്രയോ പാവപ്പെട്ട അമ്മമാരും അപ്പന്മാരും നമ്മുടെ ഇടയിലുണ്ട്, സഹോദരങ്ങളുണ്ട്. സഹോദരങ്ങളെ, ഇതിലൂടെയൊക്കെ ഇന്ന് സഭ വളരുന്നത്. ഇവാഞ്ചലൈസ് സുവിശേഷ വേല കർത്താവ് തന്നെ സഭയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ കുറേ പാവപ്പെട്ട സമർപ്പണമുള്ളവരുടെ ദർശനവും അധ്വാനം കൊണ്ടൊക്കെയാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ അമ്മയുടെ ദർശനം എന്താണ്? ഇനി ആദിമ സഭയിൽ വലിയ പീഡനമുണ്ടായി, വലിയ കൊടിയ പീഡനമുണ്ടായി. ഈ സമയത്ത് പത്രോസ്ലീഹായെ മാർപ്പാപ്പയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയാണ് ഹെറോദസിൻ്റെ ഗവൺമെൻറ്. ഈ സമയം സഭ മുഴുവൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 12:5 എന്താ പറയുന്നത്? അങ്ങനെ പത്രോസ് കാരാഗൃഹത്തിൽ സൂക്ഷിക്കപ്പെട്ടു. സഭ അവന് വേണ്ടി ദൈവത്തോട് തീഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇവരെവിടെയിരുന്നു പ്രാർത്ഥിച്ചത്? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 12:12 വാ. അവിടെ എന്താ പറയുന്നത്? ഇക്കാര്യം ഗ്രഹിച്ചപ്പോൾ അവൻ മാർക്കോസ് എന്ന അപരനാമമുള്ള യോഹന്നാന്റെ അമ്മയായ മറിയത്തിന്റെ വീട്ടിലേക്ക് പോയി. അവിടെ വളരെ പേർ സമ്മേളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊണ്ട് ആദിമ സഭയെ ഒരുപാട് സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, സഭയുടെ നന്മയ്ക്ക് വേണ്ടി അനേക ആത്മാക്കൾ കർത്താവിൻ്റെ സഭയിലേക്ക് കടന്നു വരുവാൻ വേണ്ടി തൻ്റെ കുടുംബം മുഴുവനെയും തുറന്നിട്ടവളായിരുന്നു ഈ പാവപ്പെട്ട അമ്മ, മറിയം എന്ന് പറയുന്ന അമ്മ. അമ്മയുടെ ദർശനം കണ്ടു, കർത്താവിനോടും സഭയോടുമുള്ള ഈ അമ്മയുടെ സ്നേഹം കണ്ടു, കർത്താവിൻ്റെ രാജ്യം വിസ്തൃതമാകണമെന്നുള്ള ഈ അമ്മയുടെ മനസ്സ് കണ്ടു, ആത്മാക്കൾ രക്ഷപ്പെടണമെന്നുള്ള മറിയം എന്ന ഈ അമ്മയുടെ സ്വപ്നവും ആ ഒരു കമ്മിറ്റ്മെന്റ് നമ്മൾ കണ്ടു സഹോദരങ്ങളെ. ഇതുകൊണ്ട് മാത്രമായില്ല, തൻ്റെ ഏക മകൻ, അവൻ്റെ പേരാണ് മാർക്കോസ്. ആ മാർക്കോസ് എന്ന് പേരുള്ള തൻ്റെ ഏക മകനാണ്. ഇനി എൻ്റെ മകൻ പോയാൽ ആരെന്നെ നോക്കും, എൻ്റെ ഭാവി എന്താകും, എൻ്റെ ജീവിതം എന്താകുമെന്ന് പറഞ്ഞേ തൻ്റെ മകന് ലഭ്യമായ ദൈവവിളി അവൻ തടസ്സപ്പെടുത്തിയില്ല അമ്മ. തൻ്റെ മകന് ലഭ്യമായ ദൈവിക തെരഞ്ഞെടുപ്പിനെ തടസ്സപ്പെടുത്തിയില്ല അമ്മ. ഈ അമ്മ എന്താ ചെയ്തത്? തൻ്റെ ഏക മകനായ മാർക്കോസിനെ തൻ്റെ കർത്താവിനും തൻ്റെ സഭയ്ക്കുമായി അവൾ സമർപ്പിച്ചു. മാർക്കോസ് വലിയൊരു സുവിശേഷകനായി മാറി, സുവിശേഷ പ്രവർത്തകനായി മാറി. പത്രോസ്ലീഹായുടെ പ്രേക്ഷിത വേലകളിലൊക്കെ സഹായിച്ചവനായിരുന്നു ഈ മാർക്കോസ്ലി. പൗലോസ്ലിയുടെ മിഷൻ യാത്രകളിലൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തവനായിരുന്നു ഈ മാർക്കോസ്ലി. മാത്രമല്ല, നമ്മൾ ഇന്ന് വായിക്കുന്ന വിഷയം മാർക്കോസിന്റെ സുവിശേഷം. ഈ സുവിശേഷം എഴുതിയത് ഈ അമ്മയുടെ മോനാ, മറിയം എന്ന് പറയുന്ന ഈ അമ്മയുടെ പൊന്നുമോനായ മാർക്കോസ. ഈ അമ്മ തൻ്റെ ഏക മകനായ മാർക്കോസിനെ
കർത്താവിന് സഭയ്ക്കുമായി സമർപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നമുക്കിന്ന് പരിശുദ്ധ ബൈബിളിൽ മാർക്കോസിന് സുവിശേഷം എന്ന് പറഞ്ഞ് വായിക്കാൻ സുവിശേഷം ഉണ്ടാകുമായിരുന്നില്ല. ഈ അമ്മ എത്ര വലിയ കാര്യമാണ് സഭയ്ക്ക് വേണ്ടി ചെയ്തത്. ഓഹോ, കർത്താവിന് വേണ്ടി ചെയ്തത്. ഇതുപോലുള്ള അമ്മമാര് സഭയിൽ ഉണരട്ടെ, ഇതുപോലുള്ള അപ്പന്മാര് സഭയിൽ ഉണരട്ടെ, ദമ്പതിമാർ ഉണരട്ടെ, മക്കൾ ഉണരട്ടെ. സഹോദരങ്ങളെ, അതിനുള്ള സമയമായി എന്ന് ആത്മാവ് നമ്മെ അറിയിക്കുകയാണ്. യെസ്, അർജൻസി ഓഫ് ഇവാഞ്ചലൈസേഷൻ നമ്മൾ മറക്കരുത്. സുവിശേഷവൽക്കരണത്തിന് അർജൻസി മനസ്സിലാക്കുക. ഈ 3 കുടുംബങ്ങളെ നമ്മൾ ധ്യാനിക്കുക. ഇതിലൂടെ ഒത്തിരി കാര്യങ്ങൾ കർത്താവിന് പറയാനുണ്ട്. ഞാൻ പറയട്ടെ, നിങ്ങൾ മുന്നോട്ട് വരണം. ഇവാഞ്ചലൈസേഷന് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാൻ കഴിവുകളിലൂടെ, അതുപോലെ തന്നെ സുവിശേഷ വേലകൾ, സുവിശേഷ പ്രവർത്തനങ്ങൾ അത് കോർഡിനേറ്റ് ചെയ്യാൻ കഴിവുള്ളവരെ, അത് ഭംഗിയായിട്ട് അതിൻ്റെ ലീഡർഷിപ്പ് വഹിക്കാൻ പറ്റുന്നവരെ, പാട്ടുപാടാൻ പറ്റുന്നവരെ, പ്രാർത്ഥിക്കാൻ കൃപയുള്ളവരെ, വചനം പറയാൻ കൃപയുള്ളവരെ. എൻ്റെ സഹോദരങ്ങളെ, വിവിധങ്ങളായ കൃപകളുള്ളവരുണ്ട്. അവരെല്ലാം മുന്നോട്ട് കുടുംബമായി വരണം. കുടുംബങ്ങൾ ഒന്നിച്ച് സുവിശേഷ വേലയിൽ വ്യാപൃതരാകേണ്ട സമയമാണിത്. നമുക്കിത് മനസ്സിലാക്കി കുടുംബ പ്രേക്ഷിതത്വത്തിൻ്റെ വലിയ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് നമ്മുടെ കുടുംബങ്ങളെ കർത്താവിന് സഭയ്ക്കുമായി സമർപ്പിക്കാം. നമ്മുടെ മാതാപിതാക്കളും മക്കളും ദമ്പതിമാരും എല്ലാവരും ഒരുപോലെ ഇത് ശ്രദ്ധിക്കണമേ. ബഹുമാനപ്പെട്ട സമർപ്പിതരൊക്കെ നിങ്ങളായിരിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. മറ്റൊരു കാര്യം, 29-ാം തീയതി നമുക്കറിയാം സഭയിൽ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ വലിയ തിരുനാളാണ്. അവർ സഭയുടെ പില്ലേഴ്സാണ്. പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ തിരുനാളാണ് ജൂൺ 29-ാം തീയതി. ജൂൺ 29-ാം തീയതിയാണ് ഈ ശുശ്രൂഷയുടെ സമാപനം. ഈ സമയത്ത് നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും കർത്താവിൻ്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച്, നിങ്ങൾ നോക്കി, യേശുവിൻ്റെ തിരുഹൃദയം നമ്മുടെ കുടുംബങ്ങൾക്ക് ഉറപ്പുള്ള സുരക്ഷാ സങ്കേതമാണ്. നമ്മുടെ കുടുംബങ്ങളെ പ്രത്യേകമായി കർത്താവിൻ്റെ തിരുഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വലിയൊരു പുണ്യദിനമാണെന്ന്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നന്നായി ഒരുങ്ങി വരണം. ഇനിയും ഇതിലേക്ക് അനേകരെ നിങ്ങൾ കൊണ്ടുവരണം. നമ്മുടെ കുടുംബങ്ങൾ കർത്താവിനായി ഉണരണം. കുടുംബ പ്രേക്ഷിതത്വത്തിൻ്റെ മഹത്വം മനസ്സിലാക്കണം. നമ്മുടെ കുടുംബങ്ങൾ നവീകരിക്കപ്പെടണം, വിശുദ്ധീകരിക്കപ്പെടണം. അപ്പോൾ അതിനായി നിങ്ങളെല്ലാവരും സാധിക്കുന്നവരൊക്കെ നന്നായി കുമ്പസാരിച്ച് വരപ്രസാദത്തിൽ ഒരുങ്ങി കുടുംബമായി നിങ്ങൾ അപ്പനും അമ്മയും മക്കൾ ഒരുമിച്ച് ഈ കുടുംബങ്ങളെ കർത്താവിൻ്റെ പരിശുദ്ധ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്ന ഈ പ്രതിഷ്ഠ ശുശ്രൂഷയിൽ, സമാപന ശുശ്രൂഷയിൽ എല്ലാവരും പങ്കെടുക്കുക. നിങ്ങൾ ഇന്നും നാളെയൊക്കെയായി അതിനനേകരെ നിങ്ങൾ പ്രേരിപ്പിക്കണം. ഇവിടെ അയക്കുന്ന ലിങ്കുകൾ, അതുപോലെ കാർഡുകൾ, പോസ്റ്ററുകളൊക്കെ അനേകം ഗ്രൂപ്പുകളിലേക്ക് അയച്ചു കൊടുക്കുക. നമ്മുടെ എല്ലാ ഗ്രൂപ്പുകളിലേക്ക് അത് വലിയൊരു ഇവാഞ്ചലൈസേഷൻ പ്രേക്ഷിത വേലയാണ്. അയച്ചു കൊടുക്കുക, മടിക്കരുത്. അങ്ങനെ 1000-10,000 കൊണ്ടുവരിക. ടെലിവിഷനിലൂടെ 10,000 ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. നിങ്ങൾ അനേകരെ കൂട്ടി ഈ ഒരു ശുശ്രൂഷയെക്കുറിച്ച് പങ്കുവയ്ക്കാൻ ശ്രദ്ധിക്കണമേ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജൂൺ മാസം 30-ാം തീയതി മുതൽ ടീം ഷെക്കേനയുടെ നേതൃത്വത്തിൽ നമ്മുടെ മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ഡുനാമിസ് പവർ റിട്രീറ്റ്. എൻ്റെ സഹോദരങ്ങളെ, ഇനി രജിസ്റ്റർ ചെയ്യാത്തവരെ പെട്ടെന്ന് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. നിങ്ങൾ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യും. നമുക്ക് ഒരുമിച്ച് അവിടെ കാണാം. ചാലക്കുടി ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നമുക്ക് ഈ ദിവസങ്ങളിൽ ഒരുമിച്ച് കാണാം. നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, നമുക്ക് ഒരുമിച്ച് വചനം പങ്കുവെച്ച് കാലത്തിന് പ്രത്യേകത മനസ്സിലാക്കി കർത്താവിനും കർത്താവിൻ്റെ സഭയ്ക്കുമായുള്ള അന്ത്യകാല പ്രേക്ഷിതരായി, കർത്താവിൻ്റെ ആത്മാവിൻ്റെ തീ പിടിച്ച ആത്മാക്കളായി നമുക്ക് ഈ തലമുറയിൽ കത്തിജ്വലിക്കുവാനായി നിങ്ങളെല്ലാവരും ഈ ശുശ്രൂഷയ്ക്ക് വിളിക്കുക. നിങ്ങളുടെ മക്കളെ, പ്രതി യുവജനങ്ങളെ നിങ്ങൾ ഒത്തിരി മക്കളെ പറഞ്ഞയക്കുക. ബഹുമാനപ്പെട്ട സമർപ്പിതരെ നിങ്ങൾ കടന്നു വരണം. അതുപോലെ കുടുംബങ്ങൾ ഒരുമിച്ച് വരിക. സാധിക്കുന്നവരെല്ലാം വന്ന് പങ്കെടുത്ത് നമുക്ക് വലിയൊരു അഭിഷേകം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങാം. അവിടെ കൊടുത്തിരിക്കുന്ന നമ്പറുകളിലേക്ക്, ഫോൺ നമ്പറുകളിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. അതുപോലെ ഓൺലൈൻ രജിസ്റ്റർ ചെയ്യാൻ നമ്മുടെ ഷെക്കേനയുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കയറി നിങ്ങൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതിൽ സംശയങ്ങളുണ്ടെങ്കിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ച് അത് കൃത്യമാക്കി നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അനേകർ ബുക്ക് ചെയ്തിട്ടുണ്ട്, അവർ വരാതിരിക്കരുത്. കാരണം നിങ്ങളൊരു സീറ്റ് നഷ്ടപ്പെടുന്ന പലരുടെ ചാൻസാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഇനി എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെ 1-2 പേരൊക്കെ ഉണ്ടെങ്കിൽ അതിന് പകരം നിങ്ങൾ മറ്റൊരു വ്യക്തികളെ അറേഞ്ച് ചെയ്ത് വിടാനായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. മറ്റുള്ളവരൊക്കെ ഞാൻ പറയുകയാണ്, നിങ്ങൾ ഈ ടീം
റിട്രീറ്റിന് വേണ്ടി, ഈ ധ്യാനത്തിന് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണം. ശക്തമായ ആത്മാവിൻ്റെ തീമഴ പെയ്തിറങ്ങുവാൻ, റൂഹായുടെ കാറ്റെല്ലാവരിലും ആഞ്ഞടിക്കുവാൻ, സഭയിലൊരു പുതിയ മിഷണറി വസന്തമുണ്ടാകുവാൻ ഒക്കെ നിങ്ങൾ ധാരാളം ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സപ്പോർട്ട് ചെയ്യണമെന്ന് ഒത്തിരി സ്നേഹത്തോടെ താല്പര്യപ്പെടുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുപോലെ എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് അറിയാം ഷെക്കേന ന്യൂസ് ഒരു വലിയൊരു മാധ്യമ ശുശ്രൂഷയാണ്. നമുക്കതിൻ്റേതായ ഒരുപാട് പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെയുണ്ട്. നിങ്ങൾ പലരും സഹായിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ. നമുക്കറിയാം ഈ ഒരു മഴക്കാലവും അതുപോലെ തന്നെ വളരെ സാമ്പത്തികമായ ഞെരുക്കത്തിൻ്റെ ഒരു സമയമാണിത്. നമുക്കെല്ലാവർക്കും നല്ലതുപോലെ ആ ഞെരുക്കം അത് അനുഭവിക്കുന്ന നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വലിയൊരു പ്രതിഫലനം നമുക്ക് നമ്മുടെ മാധ്യമ ശുശ്രൂഷയിലുണ്ട്. അത് ഓരോ ദിവസത്തെ കാര്യങ്ങൾ പോലും നടന്നു പോകാൻ പറ്റാത്ത വിധത്തിൽ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് പ്രിയപ്പെട്ടവരെ. ഞാനൊരു എമൗണ്ട് പറയുന്നില്ല, കാരണം അത്രയും വലിയൊരു ഭീമമായൊരു എമൗണ്ട് പല ബില്ലുകൾ പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കാനുണ്ട്. അതുപോലെ ചില കാരേജ് ഫീകൾ നമ്മൾ അടയ്ക്കാനുണ്ട്. അതുപോലെ നമ്മുടെ എക്യുപ്മെൻറ്റ്സിൽ ചില അപ്ഡേഷൻസ് വരാനുണ്ട്. ഇങ്ങനെയൊക്കെ നമുക്ക് നല്ലൊരു ഭീമാകരമായ ഒരു തുക നമുക്ക് ഒരു 1.5 മാസത്തിനുള്ളിൽ നമുക്ക് വേണം. എൻ്റെ സഹോദരങ്ങളെ, കർത്താവ് വിശ്വസ്തനാണ്, കർത്താവ് സർവശക്തനാണ്. അവിടുത്തെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല. ഈശോയുടെ നാമത്തിൽ സ്നേഹത്തോടെ പറഞ്ഞ് നിങ്ങൾ ഉപേക്ഷ കാണിക്കരുത്. പറയാൻ വേറെ ആളുകളില്ലാത്തതുകൊണ്ട് പറഞ്ഞു. നമുക്ക് വേറെ ഫോറിൻ ഫണ്ടുകളോ വിദേശ സഹായങ്ങളോ അല്ലെങ്കിൽ നമുക്ക് പരസ്യങ്ങളോ മറ്റു വരുമാന മാർഗങ്ങളോ ഒന്നുമില്ല. നമ്മുടെ സമ്പത്ത് കർത്താവ് മാത്രമാണ്. അപ്പോൾ ഈശോയെ സ്നേഹിക്കുന്ന, സഭയെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ സഹോദരൻ, എൻ്റെ അമ്മമാരെ, അപ്പച്ചന്മാരെ, നിങ്ങൾ കഴിയുന്നത് പോലെ ഇവിടെ കാണിച്ചത് അക്കൗണ്ട് നമ്പറിൽ നിങ്ങൾ കഴിയുന്ന പോലെ ഈ ദിവസങ്ങളിൽ നമുക്ക് ഈ ഭീമമായിട്ടുള്ള ഒരു വലിയൊരു തുക നമുക്ക് വേണം. അത് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ചില കാര്യങ്ങൾക്ക് നമ്മൾ പണം കൊടുത്തില്ലെങ്കിൽ ചിലത് നമുക്ക് കട്ട് ചെയ്ത് കളയുന്നവർ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞ് മാസങ്ങൾ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ സാധിക്കുന്ന പോലെ സഹായിക്കണം. അത് ഏറ്റവും താഴ്മയോടെ സ്നേഹത്തോടെ പറയുകയാണ്. ഈ കാണുന്ന അക്കൗണ്ട് നമ്പറിലേക്ക് നിങ്ങൾ നിങ്ങളുടെ വിധവയുടെ കൊച്ചു കാശ് പോലെ നിങ്ങൾ ആ സമ്പത്ത് നൽകുക. അതുപോലെ ഗൂഗിൾ പേ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഗൂഗിൾ പേ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ഏറ്റവും സ്നേഹത്തോടെ ഉപേക്ഷ കാണിക്കാതെ ഈശോയുടെ രാജ്യം വളരെ, നമുക്കറിയാം ഈ ഒരു മാധ്യമ ശുശ്രൂഷ നമ്മുടെ സമുദായത്തിൻ്റെ ശബ്ദമായി, നമ്മുടെ സഭയുടെ ശബ്ദമായി, നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിചയമായി ഇതിനെ നിലനിർത്തുക, ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെ ഒരു കൂട്ടുത്തരവാദിത്തമാണ്. ഇത് ഏതാനും വ്യക്തികളുടെ ഒരു കാര്യമല്ല, ഇത് സഭയുടെ കൂട്ടുത്തരവാദിത്തമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇതിൽ സഹകരിക്കണം. നമ്മുടെ ചാനലാണത്. ഇത് മനസ്സിലാക്കി നമ്മൾ ഈശോയ്ക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി ഈ ശുശ്രൂഷയെ നിലനിർത്തുവാൻ നമ്മളെല്ലാവരുടെ സഹായ സഹകരണങ്ങൾ സ്നേഹത്തോടെ ചോദിക്കുകയാണ് കേട്ടോ. എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ.